ഹായ് ഗായ്സ്, അപ്പോൾ കുറേ നാൾക്ക് ശേഷം നമ്മൾ വീണ്ടും വന്നിരിക്കുകയാണ് പോഡ്കാസ്റ്റുമായി. കുറെ നാളായല്ലേ? ഏകദേശം 2 മാസമായി. 2.5 മാസം. കുറേ എല്ലാവരും ചോദിച്ചിട്ടുണ്ട് പോഡ്കാസ്റ്റ് നെയ്യാറ്റിൻകര സമാധിയായിട്ടാണ് ലാസ്റ്റ്. ഇന്ന് നമ്മുടെ ലൊക്കേഷൻ NYC ആണ്. NYC കഴക്കൂട്ടം. അതാണ് നമ്മുടെ ഇന്ന് ലൊക്കേഷൻ. പക്ഷെ നമ്മളിന്ന് കുറെ നാൾ ശേഷം തിരിച്ചു വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സമാധി പോലെ വേറെ ഒരു ട്രെൻഡിങ് ആയിട്ട് അല്ലെങ്കിൽ ഇപ്പം സമാധിയേക്കാൾ വലിയൊരു ഒരു ഇഷ്യൂ അല്ല, കുറെ സീരീസ് ഓഫ് ഇഷ്യൂസ്. ഒരെണ്ണം ആണെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ ഇതൊരു നമ്മൾ കുറച്ച് നാളായിട്ട് കേട്ടോണ്ടിരിക്കുന്ന ഫുള്ള് കേരളത്തിൽ വയലൻസ് എന്നുള്ളൊരു സാധനം പൊതുവെ ഇവിടെ ഇല്ലാത്തൊരു സംഭവമാണ്. ഇങ്ങനത്തെ ന്യൂസ് തെന്നിയും തെറിച്ചേ കേൾക്കാറുള്ളൂ. ന്യൂസ് ആയാലും പത്രം എടുത്ത് നോക്കിയാലും എപ്പോഴും ഈ കൊലപാതകം ഒരു നോർമലൈസേഷൻ ഓഫ് കൊലപാതകം ഒരു മറ്റേ സാധാ ഒരു വിഷയമായി. സാധാ ഒരു വിഷയം. ഇപ്പൊ വീട്ടുകാർക്ക് തന്നെ ഒരു പേടിയാണ്. വീട്ടുകാർക്ക് നമ്മളെ പേടിയാണ്. ഐ മീൻ അവർക്ക് ഈ നോർമലായിരിക്കുന്ന ഒരാൾ ചിലപ്പോൾ നാളെ എങ്ങനെ പെരുമാറും എന്നുള്ള രീതിയിൽ അങ്ങനെ ഒരു ക്വസ്റ്റ്യനിങ് ആയിട്ടുള്ള രീതിക്ക് തന്നെ എല്ലാവരും അലാമിങ് ആയിപ്പോയി. ആ ഒരു സിറ്റുവേഷൻ ആൾക്കാരെല്ലാം പറയുന്നുണ്ട്. എനിക്ക് ഇന്ന് അച്ഛൻ എന്തോ അതുവഴി എന്തോ വണ്ടി എന്തോ പോയിട്ട് മാവിന്റെ കൊണ്ട എന്തോ ഓടിച്ചിട്ട് കേട്ടോ ഒരു വണ്ടി. അപ്പൊ അമ്മ എന്തോ കണ്ടു പോയി ചോദിക്കും, മനുഷ്യ യാവനയിലും കഞ്ചാവ് അടിച്ചോണ്ടിരിക്കുക, എനിക്ക് തലക്കെ കടിച്ച് കൊല്ലോ. ആൾക്കാരൊക്കെ എല്ലാവരും ഫീലിംഗ് ഉണ്ട്. ഇപ്പൊ പൊതുവെ ആൾക്കാർ പറയാറുണ്ട്, ഇപ്പം വണ്ടി ഇടിച്ചു കഴിഞ്ഞാലും അല്ലെങ്കിൽ വഴിയിലൊക്കെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാലും പോയി അങ്ങോട്ട് ഉടക്കരുത്. ആൾക്കാർ എങ്ങനെയാണെന്ന് നമ്മളൊന്ന് സമീപനം പാലിക്കണം. സംയമനം പാലിക്കണം. ഈ കേൾക്കുന്ന ന്യൂസുകളെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും വയലന്റ് ആയതുകൊണ്ടേ നമുക്ക് എല്ലാവർക്കും അൺകോൺഷ്യസ്ലി ഒരു പേടി വരും. അതായത് അപ്പുറത്തേക്കുന്ന ആള് ഉപദ്രവിക്കുമോ. മുമ്പാണെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു പ്രശ്നമില്ല, അപ്പുറത്തേക്കുന്ന ആളുടെ ട്രസ്റ്റ് ഉണ്ട്. ഒരു റാൻഡം ഒരു സ്ട്രേഞ്ചർ ആണെങ്കിലും. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല, അപ്പുറത്തുള്ള അയാള് അറ്റാക്ക് ചെയ്യോ ഇല്ലേ എന്നുള്ളൊരു, അവരെ കയ്യിൽ എന്തെങ്കിലും ആയുധം ഉണ്ടോ എടുത്ത് കുത്തി തരുമോ. ആയുധം ഇല്ലെങ്കിലും ചെറിയൊരു കേസിനായിരിക്കും ചിലപ്പം കുറച്ച് കഴിഞ്ഞിട്ട് അവർ റിവെഞ്ച് മോഡിൽ ചിലപ്പോൾ തിരിച്ചു വരാനുള്ള ചാൻസസ് ഉണ്ട്. ഇപ്പൊ തമ്മിൽ മലയാളികൾക്ക് തമ്മിലൊരു വിശ്വാസം അല്ലെങ്കിൽ ഒരു ഇത് ട്രസ്റ്റ് എന്നൊക്കെ പറയുന്ന സാധനം കുറഞ്ഞതുപോലെ അല്ല, ഇതൊരു പീസ്ഫുൾ സ്ഥലമായിരുന്നു പൊതുവെ. മുമ്പ് നമ്മൾ ഇതേപോലത്തെ ന്യൂസ് കേൾക്കുമായിരുന്നു. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടി നോർത്തിലോട്ടാണ്. നമ്മളെപ്പോഴും പറയൂലേ സൗത്ത് എന്ന് പറഞ്ഞാൽ പീസാണ്, ഇങ്ങനെ സംഭവങ്ങളൊന്നും ഇല്ല, നോർത്താണ്. പക്ഷെ ഇപ്പം നോർത്താണ് കുറച്ച് വയലൻസ് ഉള്ളത്. ഇത് കേരളത്തില് പൊതുവെ അങ്ങനെ ഭയങ്കര രീതിയിലുള്ള എന്ന് പറഞ്ഞാൽ നോർത്തിലാണെങ്കിൽ കല്ലെടുത്ത് അപ്പൊ തന്നെ മുഖത്ത് അടിക്കണ ഒരു ഇത് മോബ് അറ്റാക്ക് ഒരുപാട്. ഇപ്പൊ നമ്മൾ റീസെന്റ് ഈ കേരളത്തിൽ നടക്കുന്ന സംഭവങ്ങളൊക്കെ നോർത്തിൽ സാധാരണ ഉണ്ടാകുന്ന സംഭവങ്ങൾ. അപ്പൊ നമ്മൾ എപ്പോഴും പറഞ്ഞോ അത് UP-ൽ അങ്ങനെ ആയിരിക്കും, ഇവിടെ ആയതുകൊണ്ട് ഇങ്ങനെ ആയിരിക്കും. നമ്മളെപ്പോഴും നമ്മളൊരു അപ്പർ അല്ല, അതിപ്പം തിരിച്ചു നോക്കിയാൽ അത് എല്ലാത്തിലും ഇങ്ങനത്തെ സാധനങ്ങളുടെ താഴെ എല്ലാ നോർത്ത് ഇന്ത്യൻസ് ഒന്ന് കമന്റ് ഇടുന്നുണ്ട്, കേരള സാർ എന്നും പറഞ്ഞിട്ട് അവര് തിരിച്ച് പറയുന്നുണ്ട്. അല്ല, അതില് വേറൊരു കൺസേൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എല്ലാം യങ് ആയിട്ടുള്ള ആൾക്കാരാണ് ഇതിൽ ഇൻവോൾവ് ആയിട്ടുള്ള. ശ്രദ്ധിച്ച ഒരു 20s early 20s അല്ലെങ്കിൽ ഒരു 15. ഇപ്പൊ നമുക്കിപ്പോ എടുത്തു പറയാൻ പറ്റുന്ന കേസുകൾ എന്ന് പറഞ്ഞാൽ ഈ അഫാന്റെ കേസ്, 6 പേരെ വെഞ്ഞാറമൂട് എന്ന് പറഞ്ഞാൽ നമ്മളെ വീട്ടിന്റെ അടുത്തുള്ള ഉല്ലാസിന്റെ ലൊക്കേഷൻ അതാണ് വെഞ്ഞാറമൂട്. പിന്നെ രണ്ടാമതൊരെണ്ണം വെച്ച് കഴിഞ്ഞാൽ കോഴിക്കോട് പിള്ളേര് 15 വയസ്സൊക്കെ ഉള്ളു പിള്ളേർക്ക്. ഷഹബാസ്. പിന്നെ അതിനു മുമ്പും കുറച്ച് ഈ ഇരട്ടക്കൊല അങ്ങനെയൊക്കെ ഒരുപാട് അച്ഛനെ കൊന്ന ഒരു കേസ് ഉണ്ടായിരുന്നു. പിന്നെ ഒരു സഹോദരിയെ കൊന്ന കേസ്, അങ്ങനെ കുറച്ച് കൂടുതലുണ്ട്. അല്ല, അത് രണ്ടും നമ്മൾ വിചാരിച്ചു ഓക്കെ ഇത് ചിലപ്പം ഒരു ഒറ്റപ്പെട്ട സംഭവമായിരിക്കും എന്ന് വിചാരിച്ചിരുന്നു. 1-2 കഴിഞ്ഞിട്ടാണ് ഇത് രണ്ടും. പക്ഷെ പിന്നെ അങ്ങോട്ടൊരു സീരീസ് അടുത്തടുത്ത് വന്നു തുടങ്ങി. അതിൽ എനിക്ക് ഞെട്ടിപ്പോയത് ഈ ഫസ്റ്റ് വൺ കേസില്ലേ, അത് ആരും ഞാനും ശ്രദ്ധിച്ചില്ല, TV ഒന്നും കണ്ടില്ല. അപ്പൊ ആരോ ഇങ്ങനെ ഗ്രൂപ്പിലിട്ടിട്ടാണ് കണ്ടത്. കയറി നോക്കിയപ്പോ തന്നെ വല്ലാതായിപ്പോയി. അത് ഒരു പയ്യൻ സ്വന്തം കുടുംബത്തിൽ 6 പേരെ ഇങ്ങനെ അനിയന്റെ സാധനം കൂടെ കേട്ടപ്പോഴത്തേക്കും അത് നമ്മൾ ഭയങ്കര ഷോക്കിങ്. അമ്മയെ അടിച്ചു, പക്ഷെ അമ്മ സർവൈവ് ചെയ്തു. വളരെ പ്രശ്നം പറ്റിയില്ല, പുള്ളിക്കാരി ഗുരുതരാവസ്ഥയിലായിരുന്നു. പക്ഷെ ഉമ്മുമ്മ, അനിയൻ, ഗേൾഫ്രണ്ട്, പിന്നെ അമ്മാവനും വല്യച്ഛനും ഇത്രയും പേരെ. അതില് പക്ഷേ എന്തോ അവൻ പറഞ്ഞ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാല് എന്തോ സാമ്പത്തിക ബാധ്യതയാണെന്നാണ് പറയണത്. പക്ഷെ അതിന് വല്യമ്മയും വല്യച്ഛനെയും ഗേൾഫ്രണ്ടിനെയും എനിക്ക് മനസ്സിലാവില്ല. അനിയനെയൊക്കെ ഒരു നോർമലായിട്ട് ചിന്തിക്കുന്ന ഒരു മനുഷ്യൻ അങ്ങനെ ചെയ്യൂ? നോർമലായിട്ട് ചിന്തിക്കുന്ന മനുഷ്യന്മാരിങ്ങനെ ചെയ്യില്ല. പക്ഷെ
എനിക്ക് തോന്നണത് ഈ പുള്ളി ഇപ്പം അവര് പറയുന്നുണ്ടല്ലോ ഈ റൂട്ട് മാപ്പൊക്കെ ശേഷം 24 കിലോമീറ്ററിന്റെ ചുറ്റളവിലാണ് ഇങ്ങനെ കൊലപാതക സീരീസ് ഓഫ് നടന്നതെന്നാണ് പറയുന്നത്. ട്രാവൽ ചെയ്താണ് ചെയ്തെന്ന് പറയും. പിന്നെ പോലീസും മറ്റേ ഡ്രഗ് ടെസ്റ്റ് ഒക്കെ നടത്തിയപ്പം അങ്ങനെയൊന്നും ഇല്ല, വേറെ മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. എനിക്ക് തോന്നുന്ന ഈ ഒരു പൈസ അല്ലെങ്കിൽ പുള്ളിക്കാരിയുടെ ഉമ്മ എന്നെ ഇപ്പോഴും സേവ് ചെയ്യുന്നുണ്ട്. ഇപ്പോഴും പുള്ളിക്കാരിയുടെ അല്ല, ഉമ്മയ്ക്ക് അറിഞ്ഞൂടാ, എവര് മരിച്ച കാര്യം ഉമ്മ അറിഞ്ഞിട്ടില്ല. അപ്പം ഉമ്മ പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ എണീറ്റപ്പോഴോ കട്ടിലിൽ നിന്ന് വീണ് തല പൊട്ടി എന്നാണ് പറഞ്ഞത്. പക്ഷെ മോനെ അറസ്റ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്. പക്ഷേ പുള്ളിക്കാരി എവരാരും മരിച്ച കാര്യം അറിഞ്ഞിട്ടില്ല, പുള്ളി ചെയ്ത കാര്യം അറിഞ്ഞിട്ടില്ല. പുള്ളിക്കാരി ചോദിച്ചാൽ അവരെ മാത്രം പുള്ളിക്കാരി അങ്ങനെയാണ് സ്വന്തം മോനെ സേവ് ചെയ്യാനാണ് നോക്കണം. പക്ഷെ അവരും അറിഞ്ഞിട്ടില്ല. പിന്നെ ഈ സാമ്പത്തികത്തിന്റെ ഇത് തന്നെ അച്ഛൻ പറയുന്നത് വേറെ ഒന്ന്, പുള്ളി പറയണ വേറെ ഒന്ന്, അങ്ങനെയൊക്കെയാ. അവിടെ ഇതില് പക്ഷേ പോലീസ് ആദ്യം പറഞ്ഞത് സബ്സ്റ്റൻസ് മുമ്പ് എപ്പോഴും യൂസ് ചെയ്തിട്ടുണ്ടെന്നാണ് പറയണം. പിന്നെ അതിന്റെ സാമ്പിൾ എന്തോ കൊടുത്തിട്ട് ഒരു ന്യൂസിൽ കണ്ടത് അറിഞ്ഞു അതിന്റെ ടെസ്റ്റ് വരാനുണ്ടെന്നാണ് പറയണത്. 1 മാസം മുന്നേ എന്തോ ട്രേസസ് ഉണ്ടായിരുന്നു, പക്ഷേ യൂസ് ചെയ്തതായിട്ടുള്ള ഇത് ഫോറൻസിക് കിട്ടിയിട്ടില്ല, യൂസ് ചെയ്തിട്ടില്ല എന്ന് അവർ പറയുന്നില്ല. അവർക്ക് ഇതില്ല. പക്ഷെ പുള്ളി വേറെ മാനസികമായിട്ട് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നാണ് സർട്ടിഫൈ ചെയ്തിരിക്കണം. കുറച്ച് 3 പേരെയും കൂടെ കൊല്ലാനായിട്ട് പ്ലാൻ ചെയ്തിരുന്നതാണ് ബന്ധുക്കളെ. അത് പൈസ കൊടുക്കാത്ത ആൾക്കാര് തന്നെ. അപ്പൊ ഈ അനിയനെ കണ്ടാണ് ലാസ്റ്റ് കൊന്നു. അപ്പൊ അത് കഴിഞ്ഞപ്പോഴത്തേക്കും പുള്ളി തകർന്നു പോയി. അതുകൊണ്ടാണ് പിന്നെ ബാക്കിയുള്ളവർ രക്ഷപ്പെട്ടത്. അത് ഭയങ്കര ക്രൂരമായിട്ടാണ്. അതല്ല ഒരു കൊലപാതകം തന്നെ പെട്ടെന്നൊരു ഒരു ഒരു ദേഷ്യത്തിന് എന്തെങ്കിലും ഒരു കൊലപാതകം ചെയ്യുമ്പോൾ തന്നെ നമ്മളങ്ങ് ഇതായി പോകൂലേ. അതിനുശേഷം യാത്ര ചെയ്ത് 3 മണിക്കൂർ കഴിഞ്ഞിട്ടും ആ കൊലപാതകം ചെയ്യണമെങ്കിലേ അത് വെറുതെ ഒരു പ്ലാൻഡ് ആണ്. ഒരു സീരിയൽ കില്ലിങ് അങ്ങനത്തെ ഒരു മോഡലിൽ തന്നെയാണ് ഇവര് ഈ ചുറ്റിക വെച്ച് മൃഗീയമായി തന്നെ അടിച്ചു കൊല്ലുക ചെയ്യും. പിന്നെ ഒരു കടബാധി വന്ന് ആത്മഹത്യ പോലെയാണ് കൊല്ലണമെങ്കിൽ പുള്ളി ഇങ്ങനെ ഇത്രയും ക്രൂവലായിട്ടും വയലന്റ് ആയിട്ടും കൊല്ലൂ. അതും നല്ല അങ്ങനെ തോന്നൂടാ. പക്ഷെ എനിക്ക് എന്റെ ഒരു ഇതിൽ തോന്നുന്നത് ഈ പുള്ളി ആദ്യം അടിച്ചത് പുള്ളിയുടെ ഉമ്മയെ കണ്ടാണ് ആദ്യമായിട്ട് അടിച്ചത്. അതിൽ തന്നെ മിക്കവാറും കയ്യിൽ നിന്ന് പോയി കാണും. പിന്നെ പുള്ളിക്ക് വെഞ്ചൻസ് ഉള്ള ഓരോരുത്തരെയും തെരഞ്ഞു പിടിച്ച് കില്ല് അങ്ങനെ എന്തോആണ് ചെയ്തത്. അതിനുശേഷം ഗേൾ ഫ്രണ്ടിനെ വീട്ടിൽ കൊണ്ടുവന്നു. എന്നിട്ട് ഇത്രയും വരെ കൊന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ അത് പറഞ്ഞപ്പോ ആ പുള്ളിക്കാരി എന്തോ പറഞ്ഞു, ഇങ്ങനെ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞപ്പോഴാണ് പുള്ളിക്കാരിയെ കൊന്നത്. അല്ലടാ, അതില് അനിയന്റെ സംഭവമാണ് കുറച്ചും കൂടി ഇതായിരുന്നു. 13 വയസ്സ്. അത് ഡെയിലി അവൻ എപ്പോഴും അനിയൻ ചേട്ടൻ ഭയങ്കര ബന്ധമുള്ള ആൾക്കാരാണ്. അല്ല, അതിലെന്തോ അവനെ ഇടയ്ക്ക് മന്തി വാങ്ങാൻ എന്തോ ഒക്കെ പറഞ്ഞു വിട്ടിട്ടാണ് അവനെ വീട്ടിൽ നിന്ന് മാറ്റിയിട്ടാണ് കൊല്ലണത്. എന്നിട്ട് അവൻ വരുമ്പം നമുക്ക് ഒന്നുമില്ലെങ്കിൽ സിബ്ലിങ്സുമായിട്ടൊരു അങ്ങനെ വെഞ്ചൻസ് തോന്നേണ്ട കാര്യമൊന്നും ഇല്ലല്ലോ. അപ്പം ഇതിലായിരിക്കും ഗേൾ ഫ്രണ്ടിനെ മറ്റേ പുള്ളിയെ കൊന്നത്. അത് ഗേൾ ഫ്രണ്ടിനെ കൊന്നതിന് പർട്ടിക്കുലർ കാരണം പറയണുണ്ട്. ഞാനില്ലാതെ ജീവിക്കും. പിന്നെ ഗേൾ ഫ്രണ്ടിന്റെ ഈ സ്വർണം അങ്ങനെ എന്തോ കൊണ്ടൊക്കെ പുള്ളി മേടിച്ച് വാങ്ങിച്ച് എന്തോ റോളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പം ഈ ക്രൈമിന് ഈ പുള്ളി അറസ്റ്റിലാവുമ്പോൾ ഈ പുള്ളിക്കാരിയെ എല്ലാവരും ക്രൂസിഫൈ ചെയ്യും എന്നുള്ള റീസൺ കൊണ്ടാണ് കൊന്നതെന്നാണ് പറയുന്നത്. എത്രത്തോളം ശരിയാണെന്ന് അറിഞ്ഞൂടാ. പക്ഷെ ആ ഒരു ട്രെൻഡും ഈ കേരളത്തിലുണ്ട്. പറഞ്ഞ ഒരു പെൺകുട്ടിയെ എന്നാലും ഒരു ഗേൾ ഫ്രണ്ടിനെ ഒന്നും മീഡിയ പോയി ഇത് ചെയ്യൂലല്ലോ. അല്ല, ഫസ്റ്റ് അടിച്ച അമ്മയാണ്. അമ്മയൊക്കെ ഇതാവുമ്പോ തന്നെ അത്രയും മൈൻഡ് എനിക്ക് മനസ്സിലാവണില്ല എങ്ങനെയാണ് അവര് ചിന്തിക്കണേ എന്നുള്ളത്. എന്തായാലും ആ ഒരു മൊമെന്റിലുള്ള സാധനം വെച്ചിട്ട് ചെയ്തതല്ല. കാര്യം അങ്ങനെയാണെങ്കിൽ ഇത്രയും പേരെ അറ്റാക്ക് ചെയ്ത് കൊല്ലാനൊന്നും പറ്റില്ല. യങ്ങായിട്ടുള്ള 2 പേരെ കൊന്ന് അതും കൂടെ ആയപ്പോഴാണ് മൊത്തത്തിൽ അങ്ങ് നമുക്ക് ഒരുമാതിരി ആയത്. ഇതൊരു സീരിയൽ കില്ലിംഗ് മൈൻഡ്, സീരിയൽ കില്ലിംഗ് ജീൻ എന്നൊക്കെ ഫ്രണ്ട് പറഞ്ഞിട്ടുണ്ട്. അതൊരു കില്ലിങ്ങിന് ഒരു ഗ്രാറ്റിഫിക്കേഷൻ പുള്ളിക്ക് കിട്ടി അങ്ങനത്തെ ഒരു ഇതിലാണ്. അങ്ങനെ ആയിരിക്കും. അല്ലാതെ ഇങ്ങനെ ഇത്രയും വയലന്റ് ആയിട്ടൊന്നും ഒരാളെ കൊല്ലാൻ പറ്റൂല. എന്തായാലും ഒരു നോർമൽ ഇതൊന്നും അല്ല. ഒരു മറ്റേ സാധാരണ ചില കൊലപാതകങ്ങളൊക്കെ എന്ന് പറയുന്നത് എപ്പോഴും അപ്പോഴുണ്ടാവുന്ന ഒരു റേജ് കൊണ്ട് അല്ലെ കയ്യബദ്ധം അങ്ങനെയൊക്കെ സംഭവിക്കാറൊക്കെ ഉണ്ട്. അതൊക്കെ ആ മൊമെന്റിൽ ഉണ്ടാവുന്ന ഒരു മിസ്റ്റേക്ക് കാരണം ഉണ്ടാകുന്നതാണ്. പക്ഷെ ഇത് ഈ എത്രയോ മണിക്കൂറുകളെടുത്ത്
ട്രാവൽ ചെയ്ത് ചെയ്ത സംഭവം. ഇപ്പൊ അങ്ങനെ വല്ല ഒരു ഇതുണ്ടായ ആ ഒരു കൊലപാതകം നടന്നു കഴിഞ്ഞാൽ അതെങ്ങനെയെങ്കിലും മറയ്ക്കാനോ രക്ഷപ്പെടാനോ അല്ലേ സാധാരണ ഹ്യൂമൻ ചിന്തിക്കുകയുള്ളൂ. ഇത് പക്ഷേ അതല്ല, ഒരു സീരീസ് ഓഫ് അടുത്തയിലും എന്ന് വെച്ചാൽ ഒരു കൊലപാതകം കഴിഞ്ഞിട്ട് വീണ്ടും 2 പോയി ചെയ്ത് പിന്നെ ഒരു 2 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് അടുത്തത് ചെയ്യണത്. ഇത്രയും 2 മണിക്കൂർ കഴിഞ്ഞിട്ടും ആ ഒരു ഇതുണ്ടായിരുന്നു. അല്ലടാ, ഈ കൊന്നവരെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊന്നതും ഭയങ്കര ബ്രൂട്ടലായിട്ടാണ്. ചുറ്റികയൊക്കെ ഇട്ട് അടിച്ചു കൊള്ളണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആളുടെ മുഖം പോലും വികൃതമായിട്ട്. ഫസ്റ്റ് വൺ ചെയ്യുമ്പോൾ തന്നെ ഒരു നോർമൽ ഒരാൾക്ക് എനിക്ക് സത്യം പറഞ്ഞാൽ ഇപ്പോഴും രക്തം കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോഴൊക്കെ തല ഇറങ്ങും. പക്ഷെ ഇത് തലക്കൊക്കെ അടിക്കുമ്പോഴത്തേക്ക് എന്തായാലും അത്രയും ബ്രൂട്ടലായിട്ടായിരിക്കും തലയോട്ടിയൊക്കെ പൊട്ടി വികൃതമാക്കി. എന്നിട്ട് വീണ്ടും ഒരാളെ വീണ്ടും അടിക്കുകയാണ് അല്ലേ. ഒരു ന്യൂസ് റൈഡർ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പെങ്കൊച്ചിന്റെ മുഖമൊന്നും കാണാതിരിക്കാനാണ് ബെറ്റർ എന്നാണ് പറയണം. മീൻസ് ഈവൻ റിലേറ്റീവ്സ് പോലും അത് കാണാതിരിക്കാനാണ് അവർക്ക് നല്ലതെന്നാണ് പറയുന്നത്. അത്രയും വികൃതമാക്കിയാണ് വെച്ചേക്കുന്നതെന്നാണ് പറയുന്നത്. അതും നല്ല യങ് ആയിട്ടുള്ള ആൾക്കാരാണ്, എത്ര വർഷം ജീവിക്കാനുള്ള ആൾക്കാരാണ്. അതിനിടയിൽ ഞാൻ പക്ഷെ ഇത് എവർക്കും ഭയങ്കര ഇതാണ്, മാധ്യമങ്ങൾക്ക് ഭയങ്കര ഇതാണ്, വ്യൂവർഷിപ്പ് കൂടാനുള്ള ഒരു സാധനമാണ്. ഇടയ്ക്ക് വീട്ടിൽ കയറി പോയടാ, ആ പെങ്കൊച്ചിന്റെ വീട്ടിലെ അനിയന്റെ അടുത്താകണ്ട പോയിട്ട് ആ ദിവസം ഞാൻ ഞെട്ടിപ്പോയി നോക്കിയപ്പോഴത്തേക്കും എനിക്ക് സംസാരിക്കാൻ ഷോക്കിലിരിക്കുകയാണ്. എന്നിട്ട് ചുമ്മാ കാര്യം ചോദിക്കും പോലെയാണ് ചോദിക്കണത്. അതും മെച്ചുവർ ആയിട്ടുള്ള ഒരാളാണ് ചോദിക്കുന്നത്. അതൊക്കെ കൊച്ചു പയ്യന്റെ അടുത്ത് അവൻ പറയും എനിക്ക് എന്തോ സംസാരിക്കാൻ പറ്റില്ലെന്ന് പറയുമ്പോൾ വീണ്ടും അങ്ങനെ യവൻ വന്നിട്ടുണ്ടോ, യവൻ കല്യാണാലോചന നടത്തിയിട്ടുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് അവിടെ ചെന്ന് കേസ് അന്വേഷണം അപ്പം നടത്തുന്നത്. അല്ല ഒട്ടും അതല്ല, ആ ഒരു വിഷയം, ആ ഒരു സംഭവം നടന്നിട്ട് മണിക്കൂറിനുള്ളിൽ ചുമ്മാ കാഷ്വലായിട്ട് സംസാരിക്കുകയാണ്, അതും അനിയന്റെ അടുത്ത്. അതെങ്ങനെ ഇത്രയും എമ്പതി ഇല്ലാതെ അതും ടെലികാസ്റ്റ് ചെയ്യുന്നു. അതിനൊരു റെഗുലേഷൻ ഒക്കെ കൊണ്ടുവരേണ്ടതാണ്. പിന്നല്ല, അത് റെഗുലേഷൻ നടന്ന ഫാമിലി ആണെങ്കിലും വിക്ടിം ആയിട്ടുള്ള ഫാമിലി കോമൺ സെൻസിൽ തന്നെ അതിലൊരു നമുക്ക് കാണുമ്പോൾ തന്നെ ഒരുമാതിരി തോന്നൂലേ. ഇത്രയും ഒരു വലിയൊരു റിപ്പോർട്ടർ ടി വി ആണ്, റിപ്പോർട്ടർ ടി വിയോ അത്രയും മാനേജ്ഡ് അല്ലേ, അവര് നോക്കേണ്ടതല്ലേ ഇതൊക്കെ. പക്ഷെ ഇപ്പോഴത്തെ ഈ മീഡിയക്കാരുടെ പെട്ടെന്ന് എല്ലാരും മുന്നിലെത്താൻ ആദ്യം ഇത് ഇലക്ഷന്റെ ദിവസം കണ്ടിട്ടുണ്ട് അവരുടെ ഫൈറ്റ്, അവരുടെ ഒരു എങ്ങനെയും ഏറ്റവും കൂടുതൽ വ്യൂവേഴ്സ് എവർക്കാണ് കിട്ടുന്നതെന്ന് കാണിക്കാൻ വേണ്ടിട്ട് ഇങ്ങനെ പുഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു മനുഷ്യത്വം ഇല്ലായ്മയാണ് കാണിക്കുന്നത്. അത് പിന്നെ കോമ്പറ്റീഷൻ എന്ന് പറയാം, പക്ഷെ ഇത് ഒരു പക്ഷെ ഇതിലൊരു മനുഷ്യത്വം കാണിക്കാനില്ല. കാര്യം അത്രയും തകർന്നിരിക്കുന്ന ഒരു ഫാമിലി ചെന്നിട്ട് ആ കൊച്ചു ചെറുക്കൻ്റെ അടുത്താണ്, ആ കൊച്ചു പയ്യൻ അവന്റെ അടുത്താണ് ചെന്നിട്ട് ചോദിക്കണം ഈ സാധനം. ഇപ്പൊ മാപ്ര എന്ന് വിളിക്കണ അവർക്ക് ഭയങ്കര ഒരു ഇത്, ഇങ്ങനത്തെ ഒരു സ്വഭാവം കാണിക്കുന്നുണ്ട്. ഇങ്ങനത്തെ ഒരു ഇതിനെയാണ് ആൾക്കാർ കളിയായിട്ട് വിളിക്കുന്നത്. അങ്ങനെ ഇപ്പൊ യൂട്യൂബർമാരെ എന്തെങ്കിലും എന്തെങ്കിലും ഒരു സംഭവം ചെയ്താൽ തന്നെ ഇവര് അവരെ പറയാണ് കൂടുതൽ. കാരണം അവർക്ക് യൂട്യൂബർ അറസ്റ്റ് ഇത് ഒരു വല്ലാത്തൊരു സാധനമാണ്. പക്ഷെ അതിനൊരു റെഗുലേഷൻ വരണം. ഈ വിക്ടിമിന്റെ ഫാമിലിയിൽ നേരെ കയറി ചെന്ന് അവരെ അടുത്ത ബന്ധു രക്തബന്ധത്തിലുള്ള ആ കുട്ടിയുടെ അടുത്ത്, അതും കൊച്ചു പയ്യൻ. അല്ല പൊതുവെ ഞാൻ കണ്ടിട്ടുണ്ട്, കാണണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പുറത്തുള്ള വീടിന് പുറത്തൊക്കെ നിന്നിട്ട് അടുത്തുള്ള ചുറ്റുപാടുള്ള ആൾക്കാരുടെ അടുത്തൊക്കെ ഇങ്ങനത്തെ ഒരു സംഭവം ചോദിക്കും. അത് വലിയ പ്രശ്നമല്ല, കാര്യം അവരുടെ അടുത്ത റിലേറ്റീവ്സ് ആയിരിക്കും, അടുത്തുള്ള ആൾക്കാരായിരിക്കും, അങ്ങനെ കുഴപ്പമില്ല. പക്ഷെ ഇത് വീടിനകത്ത് കയറി ചെന്ന് ആ വീടിനകത്ത് മരിച്ച വീട്ടിൽ ചെന്നിട്ട് അതൊക്കെ കുറച്ചൊരു എനിക്ക് തോന്നുന്നു ഇതിനൊരു ഇതില്ല, എന്താ പറയുക, ഒരു റൂളും റെഗുലേഷൻ ഇല്ലാത്തതുകൊണ്ടാണെന്ന് തോന്നുന്നു. അങ്ങനെ ഒരു റെഗുലേഷൻ എന്തായാലും വേണമായിരുന്നു. അത് കണ്ടപ്പോൾ നമുക്ക് അങ്ങനെ തോന്നുന്നു. കാര്യം അല്ല അങ്ങേർക്ക് അത് തോന്നിയില്ല എന്നാണ്. പക്ഷെ വേറൊരു ഇടത്തെ കണ്ടു കേട്ടോ, അതില് പുള്ളിക്കാരൻ പോകൂല, വഴിയിൽ നിന്നിട്ട് ഞാൻ അങ്ങോട്ട് പോകൂല, ഒരു പയ്യൻ അവരിപ്പോ ഷോക്കിലാണ് അതുകൊണ്ട് അങ്ങോട്ട് പോകുന്നില്ല എന്ന് പറഞ്ഞാൽ അത് മാന്യതയുള്ള. ഇയാൾ പക്ഷെ ഒരു മാന്യത ഇല്ലാത്ത രീതിയിലാണ് പെരുമാറി കാണുന്നത്. കഴുകന്മാരൊക്കെ കൊത്തി വലിക്കും പോലത്തെ ഒരു സാധനം. ഡിസ്കംഫർട്ടാണ്, നമ്മൾ കാണുന്ന ഒരു ഡിസ്കംഫർട്ടാണ്. പക്ഷെ എനിക്ക് തോന്നുന്നു ഈ കേസിൽ എന്തായാലും ഇത് അപൂർവങ്ങളിൽ അപൂർവമായിട്ടൊരു കേസല്ലേ ഈ സാധനം. എന്തായാലും വധശിക്ഷയൊക്കെ ആയിരിക്കും അല്ലേ. അത്രയും ബ്രൂട്ടൽ അല്ലേ സാധനം, അത്രയും ബ്രൂട്ടലാണ്. മാനസിക പ്രശ്നം ഉണ്ടെന്ന് വെച്ചിരുന്നെങ്കിൽ ചിലപ്പോ മാനസിക പ്രശ്നം എങ്ങനെ ഇല്ലാന്നല്ലേ പറയാം. അല്ല ഇല്ലാന്നാണ് ഇതുവരെയും പറഞ്ഞേക്കണം. പക്ഷെ ഡ്രഗ് അബ്യൂസ് ആണ്. പക്ഷെ ഇതിന്റെ കൂടെ ആൾക്കാർ കൂടുതലും പറഞ്ഞ ഡ്രഗിന്റെ ഒരു ഇൻഫ്ലുവൻസ് കൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നതെന്നാണ് പറഞ്ഞത്. പക്ഷെ ഇതില് ഡ്രഗ് ഉള്ളതായിട്ട് ഇതുവരെയും കൺഫേം ചെയ്തിട്ടില്ല, ഇല്ലാന്നും പറഞ്ഞിട്ടില്ല. കാര്യം ഇനിയും ടെസ്റ്റിലുണ്ടെന്നാണ് പറയുന്നത്. ഇതിന് മുന്നേ സത്യം പറഞ്ഞാൽ ഈ ഒരു ഇൻസിഡന്റ് ഇതൊരു വലിയ മേജർ ഇൻസിഡന്റ്. ഇതിന് മുന്നേ കുറെ ഇൻസിഡൻസ് ഇങ്ങനെ ആന്റി ഇൻസിഡന്റുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരുന്നു. ആ ന്യൂസിലും
എപ്പോഴും കാണിച്ചുകൊണ്ടിരിക്കുവായിരുന്നു ഇങ്ങനെ ഇത്രയും പേര് മരിച്ചു, ഒരാളിങ്ങനെ ഇടയ്ക്ക് വെച്ച് ഡ്രഗ് അഡിക്റ്റ് ആയ ഒരാള് 3 പേരെ മൂന്നുപേര് കൊന്നു. പിന്നെ മറ്റേ ചെന്താമര. അപ്പൊ അങ്ങനെ സീരീസ് ഓഫ് ഒരു സാധനം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴും നമ്മൾക്ക് ഇത് ഓരോ ദിവസവും ഇങ്ങനെ ഓരോ അപ്പോഴും നമ്മൾ തമ്മിൽ പറയുന്നുണ്ടായിരുന്നു ഇത് TV കാണുമ്പോ അപ്പോഴും കൊലപാതകം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു. പിന്നെ ചെന്താമര അങ്ങനെ ആയി. അതിനുശേഷമാണ് ഈ വലിയൊരു സാധനം കൂടെ അത് കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ കോഴിക്കോടുള്ള കേസില്ലേ, മറ്റേ 10ാം ക്ലാസ്സിലെ കേസ്, അതും കൂടി വന്നപ്പോഴത്തേക്കും വല്ലാതെ തോന്നി. അത് 15 വയസ്സായ പിള്ളേരാണോടാ, 10ാം ക്ലാസ് കഴിഞ്ഞിട്ടുള്ള പിള്ളേര്. ഒന്ന് കഴിഞ്ഞ അടുത്ത ദിവസം, അതിന്റെ തൊട്ടടുത്ത ദിവസം തന്നെ ഷഹബാസ് അല്ലേ അവന്, അവന്മാര് എന്തോ 2 സ്കൂൾ തമ്മിലുള്ള പ്രശ്നം, ഇതാണ് ട്യൂഷൻ ക്ലാസ്സിൽ നിന്നുള്ള പ്രശ്നമാണ്, ചെറുതായിട്ടുള്ള ഒരു പ്രശ്നം. എന്നിട്ട് അത് ഇത്രയും ഇതായിട്ട് അടി നടന്ന് വീട്ടിൽ പോയി. പക്ഷെ ഇതിനിടയ്ക്ക് നല്ല നഞ്ചൊക്കെ വെച്ചിട്ടാണ് തലയിലടിച്ചിട്ട് രാത്രി എന്തോ ആ പയ്യനെ വീട്ടിലും കൊണ്ടാക്കി. മറ്റേ ലോക്കൽ ഹോസ്പിറ്റലിൽ എന്തോ പോയി വൊമിറ്റ് ചെയ്തപ്പോഴാണ് കൊണ്ടുപോയപ്പോ ഹോസ്പിറ്റലിൽ എത്തിയപ്പോഴാണ് ബ്രെയിനിൽ നല്ല ഡാമേജ് ഉണ്ടെന്നുള്ള നോക്കിയിട്ട് അവരാ ഇൻസ്റ്റാഗ്രാം ചാറ്റും അതും കുറച്ച് അത് ഹൊറിഫൈയിങ് ആയിരുന്നു കാര്യം. അങ്ങനെയൊക്കെ സംസാരിക്കുമെന്ന് നമ്മൾ വിചാരിച്ചു. ലാഘവോ ഒന്നുമില്ല, ഞാൻ നല്ലോണം കൊടുത്ത് അവനെ ഞാൻ തച്ചിട്ടുണ്ട്, അവന്റെ കണ്ണ് നീ കണ്ട, അവന്റെ കണ്ണൊന്നും ഇല്ല, ഞാൻ അവനെ കൊല്ലോന്ന് പറഞ്ഞാൽ കൊല്ലും. മറ്റേ ഗ്രൂപ്പായിട്ട് നിന്ന് അടികൂടിയ കേസില്ല, അതൊക്കെ പറയാം. അത് ഇങ്ങോട്ട് വന്നേല്ലേ അങ്ങനെയൊക്കെ പറയും. കേസൊക്കെ തള്ളിപ്പോവും. മോബ് അറ്റാക്ക് ആവുമ്പോഴത്തേക്കും പ്രശ്നം വരൂല. ഗൂഢാലോചന പോലത്തെ ഒരു സാധനമൊക്കെ നഞ്ചക്കൊക്കെ ഈ കരാട്ടെ എന്ന് പറയുന്ന സാധനം ഉപയോഗിച്ച് ഭയങ്കര ഡേഞ്ചറസ് ആയിട്ടുള്ള കാര്യമില്ലേ, അത് അറിയാന്നുള്ള ഉപയോഗിക്കൂല. അതൊക്കെ നഞ്ചൊക്കെ എടുത്ത് നമ്മൾ സിനിമയെ കാണുമ്പോലെ RDX കാണുമ്പോലെ അതെടുത്ത് വെച്ച് കഴിഞ്ഞാൽ തലയൊക്കെ പൊളന്നു പോകില്ലേ. എന്തോ ഇത്രയും ഫോഴ്സ് എന്നല്ലേ പറയണ, ചെയിനില് നല്ല നല്ല ഫോഴ്സ് വരും ആ സാധനം. അല്ലടാ ഇത് ഇപ്പൊ നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ അല്ലെങ്കിൽ എല്ലായിടത്തും പിള്ളേർ തമ്മിലുള്ള അങ്ങോട്ടുള്ള ചെറിയ അടികളൊക്കെ ഉണ്ടാവും, ഒന്നും തള്ളൊക്കെ ഉണ്ടാവും ക്ലാസ് തമ്മിൽ. പക്ഷെ അതൊക്കെ ഒന്നും തള്ളുവാണ്, അതൊരു അങ്ങ് പോകൂല. കാര്യം ആരെങ്കിലും ഒക്കെ ഒന്ന് പിടിച്ചു മാറ്റും, അല്ലാതെ ഒരു ഭയങ്കര രീതിയിൽ 2 ഇതിൽ മുട്ട അടിക്കുന്നുണ്ടാവില്ല. സ്കൂളിൽ അങ്ങനെ ഒരു വലിയൊരു അടിയോ കൂട്ടത്തോടെ ഒരു മോബ് ആയിട്ടുള്ള ഒരു അടിയോ അങ്ങനെ ഒന്നും. ചിലപ്പോ 2 പേര് തമ്മിൽ എന്തെങ്കിലും വെക്കും, അത് പെട്ടെന്ന് ആൾക്കാർ വന്ന് പിടിച്ചു, ആരെങ്കിലും അടിച്ചാലും അങ്ങ് മാറും. ഒരു ഉന്തും തള്ളൊക്കെ വരുള്ളൂ. അല്ലെ എനിക്ക് അല്ലാതെ സ്കൂളുകളിലും അടി ഉണ്ടാവാറുണ്ട്, പക്ഷെ അതൊന്നും ഇത്രയും വയലന്റ് ആയിട്ട് പോകില്ല. ഇത് ഒരാൾ മരിക്കുമ്പോഴേ അത് പുറത്തറിയുള്ളൂ. അടിയൊക്കെ ഉണ്ടാവാറുണ്ടായിരിക്കും. ഇപ്പം കോളേജുകളിൽ ഇതിന് മുന്നേ ഒരു കേസ് ഉണ്ടായിരുന്നു, കോളേജിൽ മറ്റേ റാഗിങ്, ആ കേസും ഉണ്ടായിരുന്നു. അതുകൊണ്ട് പക്ഷെ ഈ റാഗിങ് എന്ന് പറഞ്ഞ സാധനം ഇപ്പോഴേ ആ ഒരു അവര് കാണിച്ചൊരു ക്രിമിനൽ ബിഹേവിയർ ഉണ്ടല്ലോ, ഇത് എപ്പോഴും കാണിക്കാറുണ്ട്. എപ്പോഴും റാഗിങ് പണ്ട് ജാമ്പോന്റെ കാലം തൊട്ട് ഭയങ്കര മോശമായിട്ട് തന്നെയാണ് പെരുമാറുന്നത്. ആന്റി റാഗിങ് എന്നൊക്കെ പറഞ്ഞ് സ്ക്വാഡൊക്കെ രൂപീകരിച്ച് എല്ലായിടത്തും ഉണ്ട്. പക്ഷെ ഇപ്പോഴും സാധനം നടക്കുന്നുണ്ട്. നടക്കൂടാ. ഒരെണ്ണം കാര്യവട്ടത്ത് ഹോസ്റ്റലിലൊക്കെ വെക്കുമ്പോഴേ അത് എപ്പോഴെങ്കിലും നടത്തണമെന്ന് വിചാരിച്ചാൽ അവർ നടത്തും. അത് ഞാൻ കോളേജിൽ പഠിച്ചു, നമ്മളെല്ലാരും പഠിക്കുമ്പോഴും അപ്പോഴും ഉണ്ട് കോളേജ് റാഗിങ് എന്ന് പറയുന്ന സാധനം. പിന്നെ മോബായിട്ട് അടിക്കുന്നത് അന്നും ഉണ്ടടാ, പണ്ടും ഈ പാർട്ടിക്കാരെല്ലാരും കൂടെ ചേർന്നിട്ട് ഒരുത്തനെ കിട്ടുമ്പോ അവനെ എടുത്തിട്ട് അടിക്കും. അത് വേറെ ദാക്ഷണ്യൊന്നുമില്ല, ഇരുമ്പ് കമ്പിയോ പട്ടിയലോ എന്തോ. ഇരുമ്പ് എന്റെ കൂടെ എന്റെ സീനിയർ ആയിട്ട് പഠിച്ച പയ്യൻ, അവന്റെ മുട്ടാല് പൊട്ടിച്ച്, അവൻ ഇന്നും നടക്കാൻ പറ്റൂല, മുട്ട് പൊട്ടിച്ച്. അപ്പൊ അത് ആ ഒരു ദിവസം ഏതൊരു ഇലക്ഷന്റെ റിസൾട്ടിന്റെ ദിവസം എന്താ കണ്ടാണ് അവന് ഇങ്ങനെ മോബായിട്ട് എല്ലാരും കൂടെ അവൻ ഒറ്റയ്ക്ക് കിട്ടിയപ്പോഴത്തേക്കും ഒരു ദാക്ഷിണ്യമില്ലാതെ അടിക്കുന്ന മോബ് വരുമ്പോഴത്തേക്ക് ആൾക്കാർക്ക് ഭയങ്കര ഇതും കൂടിയാണ്, ഒരു കോൺഫിഡൻസ്, എക്സ്ട്രാ കോൺഫിഡൻസും കൂടിയാണ്. ഇത്രയും പേരുണ്ടല്ലോ, എല്ലാവരും ചേർന്നിട്ടാണ് അടിക്കുന്നത്. ഇത് തന്നെ അവർക്ക് എന്തോ ഒരു പ്രസ്റ്റീജ്, അല്ലെങ്കിൽ അവരുടെ ഒരു അതുപോലെയാണ്. കാര്യം നമ്മളാണ് കിടിലം, അവൻ പറഞ്ഞില്ലേ എനിക്ക് ഉള്ളതില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. രണ്ടാമത് അവര് കുറച്ചും കൂടി ഒരു പിള്ളേരാണെങ്കിൽ കുറച്ച് ക്രിമിനൽ ബുദ്ധി ഉണ്ടെന്ന് തോന്നണം. കാര്യം അല്ലെങ്കിൽ അങ്ങനെ സംസാരിക്കും. രണ്ടാമത് അങ്ങോട്ടൊരു മെസ്സേജ് അയക്കൂലേ, നീ ഇങ്ങോട്ട് വന്നിട്ടല്ലേ ഞാൻ ചെയ്തതെന്നൊക്കെ പറഞ്ഞിട്ട്. അത് കുറച്ചും കൂടി റൂട്ട് മാറ്റാൻ വേണ്ടിയിട്ടാണ്. അവനിങ്ങനെ ഒന്ന് പ്രശ്നം ഉണ്ടാക്കല്ലേ എന്നുള്ള രീതിയിൽ ഒന്ന് ഇത് ചെയ്യാൻ വേണ്ടിട്ട് പറഞ്ഞാണ് തോന്നുന്നു. പക്ഷെ അവന്മാരും എന്തായാലും വിചാരിച്ചാണല്ലോ ഇങ്ങനെ, അവന്മാരും വിചാരിച്ചാണല്ലോ
ഈവൻ എനിക്ക് തോന്നുന്നു അതിൽ പറയൂലേ അവനെ ഞാൻ കൊല്ലുമെന്നൊക്കെ പറഞ്ഞില്ലേ, അതും അവൻ ഇത്രയും പ്രശ്നം വരുമെന്ന് പറഞ്ഞിട്ടായിരിക്കില്ല പറഞ്ഞത്. അല്ല, കൂട്ടത്തിന്റെ ഇടയിൽ മറ്റേ ആളുകൾ പറഞ്ഞതാണ്, അല്ലാതെ മനഃപൂർവ്വം പറഞ്ഞതൊന്നും ആയിരിക്കില്ല. ആ സാധനവും ചിലപ്പം ഒന്ന് ബൂസ്റ്റ് ചെയ്തൊക്കെ പറഞ്ഞതായിരിക്കാം. പക്ഷെ ആ പറഞ്ഞതെല്ലാം പ്രശ്നമായി. അതല്ല, ഇത് സംഭവം നടക്കണ ഒരാൾ മരിക്കുമ്പോഴാണ് തീവ്രത അറിയണം. അല്ലാതെ ആ സ്കൂളിൽ ഒരു അടി കിടന്ന്, കോളേജിൽ ഒരു അടി കിടന്ന്, അവിടെ ഒരു അടി, ഒരാള് വാക്കെല്ലാവരും കിട്ടി മരിക്കുമ്പോഴേ അതിന്റെ ഒരു ഇത് അറിയുള്ളൂ. നമ്മളൊരു അടി നടക്കുമ്പം ഒരാള് മരിക്കൂലെന്ന് എന്തോ ഉറപ്പ് ഇല്ല. നമ്മള് സ്കൂളിൽ അടി നടന്ന്, കോളേജിൽ അടി നടന്നൊക്കെ പറയുമ്പോൾ അത് ലാഘവത്തോടെ എടുക്കാറുള്ളൂ എല്ലാരും. അങ്ങനെ അത്രേ ഉള്ളൂ. അടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർമലൈസ് ആയി സ്കൂൾ. കോളേജിൽ പിന്നെ അടിയില്ലെങ്കിൽ പിന്നെ എന്തോന്നാണ്. സത്യം പറയാം, ഇങ്ങനെയുള്ള സാധനങ്ങളിൽ നിന്നും പോവാതിരിക്കുകയാണ് ഏറ്റവും ചെറിയൊരു ഇതിൽ പോവാതിരിക്കുന്നത് മാത്രമല്ല, എന്തുകൊണ്ട് ഈ വയലൻസ് കൂടുന്നു അതൊരു ക്വസ്റ്റ്യനാണ്. ഇപ്പം എല്ലാം കൂടെ ഈ ജെൻസി പിള്ളേരുടെ തലയിൽ വെച്ച് കൊടുത്തിട്ട് എന്ത് കാര്യം എനിക്കറിഞ്ഞു. അല്ലേ, അവരൊക്കെ മോശക്കാരാ. ഇപ്പൊ അവരൊക്കെ ഒരുമാതിരി അവരെ ക്രിമിനലായിട്ടാണ് കാണുന്നത്. ഇപ്പം മറ്റേ മുടി ഇത്തിരി കളർ ചെയ്തവന്മാര്, മുക്കൂത്തി കമ്മലൊക്കെ അടിച്ചവന്മാര്, ഡ്രഗ്സും കൂടെ ഇതിൽ ഇൻവോൾവ് ആണ്. ഈ ഒരു പ്രശ്നം ഡ്രഗ്സ് ആണ് ഇതിനെല്ലാം. സിനിമയുണ്ട്. പക്ഷെ ഇപ്പൊ ഈ ഡ്രഗ്സ് ആണല്ലോ മെയിൻ സാധനം. ഡ്രഗ്സിൽ കാരണമാണ് ഇത് ഈ ഇവരുടെ അക്രമവാസന കൂട്ടും ആ ഒരു സംഭവം. അപ്പൊ ഇവരെല്ലാം ഡ്രഗ് അഡിക്ട്സ് ആണ്, അല്ലെ ഇങ്ങനത്തെ ആ രീതിയിൽ കാണാനും തുടങ്ങി പിള്ളേരെ. എല്ലാരെയും സംശയത്തോടെ കാണുന്നത്. പക്ഷെ അതിൽ ഈ ഡ്രഗിന്റെ സംഭവം പക്ഷെ കുറച്ചൊക്കെ ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. ഡ്രഗ്സ് കൂടുതലാണ്, കുറച്ച് കൂടുതലാണെന്ന് തോന്നിയിട്ടുണ്ട്. ഞാൻ ഇടയ്ക്ക് ഈ അവിടെ ഊബറൊക്കെ എടുക്കുമ്പോഴേ, ഞാൻ ഒരു തവണ ഊബർ എടുത്തിട്ട് വന്നപ്പോഴത്തേക്കും ഒരു പയ്യൻ, ഞാൻ അവന്റെ ഓടിച്ചു പോയാണ്, അവൻ കഥ പറയാനുണ്ടായിരുന്നു. അവന്റെ കൂടെ ഒരു പയ്യൻ അസിസ്റ്റന്റ് ആയിട്ട് ലോറി ക്ലീനർ ആയിട്ട് നിന്നിട്ടുണ്ടായിരുന്നു. അവൻ ഭയങ്കര ഈ കെമിക്കലാണ് എടുക്കണേന്ന്. ഒരു ദിവസം അവൻ എന്തോ വഴക്ക് വന്നിട്ട് ഉറങ്ങാൻ കിടന്നപ്പോഴത്തേക്കും കൊല്ലാൻ ചെന്നു. പക്ഷെ കെമിക്കൽ എടുത്തിട്ടാണ് നിൽക്കുന്നത്. അപ്പം നോർമൽ ആകുമ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഈ ഇതുപോലെ എന്തോ സാധനങ്ങളൊക്കെ എടുക്കുമ്പോഴത്തേക്കും അത് പക്ഷേ ഈ ഡ്രഗ്സ് ജെൻസികൾ പിള്ളേർ മാത്രമൊന്നും അല്ല, എല്ലാവരും ഇത്തിരി കൂടെ അവൈലബിലിറ്റി കൂടുതൽ. അല്ല, ഇപ്പൊ പറയണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേ കഞ്ചാവ് എന്നുള്ള സാധനത്തിന്റെ ഇത് കൺസെപ്ഷൻ കുറഞ്ഞിട്ട് ഇപ്പൊ കൂടുതലും നിയമസഭയാണെന്ന് തോന്നുന്നു പറഞ്ഞത്. അത് ഈ അല്ലാത്ത സബ്സ്റ്റൻസസ്, അതായത് ഈ MDMA, പിന്നെ എന്തോ കെമിക്കൽ സബ്സ്റ്റൻസ് എല്ലാം കൂടുന്നു എന്നാണ് പറയണം. അപ്പൊ അത് വരുമ്പോഴത്തേക്ക് ആൾക്കാർക്ക് എന്തെന്നില്ലാത്ത കോൺഫിഡൻസ് വരും. പിന്നെ അത് കുറച്ചും കൂടെ അഡിക്റ്റീവ് അല്ലേ? അഡിക്റ്റീവ് ആണ്, ഡൗണർ അല്ല, കുറച്ചും കൂടി എന്തോ ഹൈ ആവും, അല്ലെങ്കിൽ എന്തോ ഭയങ്കര കോൺഫിഡൻസ് വരുമെന്നാണ് പറയണം. എനിക്ക് നമ്മുടെ സ്കൂൾ ടൈമിൽ കഞ്ചാവ് എന്ന് പറയുന്ന ഒരു വലിയൊരു ഏറ്റവും വലിയ ഡ്രഗ്, അതായത് ആ സമയത്ത് ഏറ്റവും വലിയ ഡ്രഗ് കഞ്ചാവാണ്. പക്ഷെ ഇപ്പോഴും അതൊക്കെ മാറി. എനിക്ക് തോന്നുന്നു ആൾക്കാർക്ക് കൂടുതൽ അറിഞ്ഞും തുടങ്ങി. ഇന്റർനെറ്റിന്റെ അവൈലബിലിറ്റി കാരണം എല്ലാവർക്കും കൂടുതൽ അറിയാനും തുടങ്ങി. ഇങ്ങനത്തെ സാധനങ്ങളുണ്ട്, ഇങ്ങനത്തെ കാര്യങ്ങളുണ്ട്, പിന്നെ അവൈലബിലിറ്റിയും കൂടി ആണ്. പക്ഷെ ജെൻസി പിള്ളേർക്ക് എന്തോ പ്രശ്നമല്ല എന്നുവെച്ചാൽ എന്തോ ഒരു ബുദ്ധിമുട്ടുണ്ട് അവർക്ക്. ബുദ്ധിമുട്ടുണ്ട്. അല്ല, ഇത് ഞാൻ കണ്ടെന്ന് ഈ സാധനത്തിലെ വിനീത് ശ്രീനിവാസന്റെ ഒരു ധ്യാൻ ശ്രീനിവാസന്റെ ഇന്റർവ്യൂവിൽ പറയും, ഞാൻ പണ്ട് കെമിക്കൽ യൂസ് ചെയ്തുകൊണ്ടിരുന്നതാണ്. അപ്പൊ എനിക്ക് പുള്ളിക്കാരെയും ആ ഒരു ഇതിന്റെ ഇൻഫ്ലുവൻസിൽ അച്ഛനെയൊക്കെ വിളിച്ച് ചീത്ത വിളിക്കുമെന്ന് പുള്ളി പറയും. പുള്ളി കഞ്ചാവൊക്കെ അടിക്കും, പക്ഷേ കെമിക്കൽ അടിച്ചു തുടങ്ങിയപ്പോഴാണ് പുള്ളിയുടെ ആരോഗ്യം ഫുള്ള് പോയതും. പുള്ളി അച്ഛനെയൊക്കെ വിളിച്ചിട്ട് ചീത്ത വിളിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ ഒരു കാര്യമില്ല, അത് വിളിച്ച് ചീത്ത വിളിക്കുമെന്ന്. അപ്പൊ അതിന്റെ ഒരു ഇൻഫ്ലുവൻസ് കൊണ്ട് മാത്രമാണ്. പുള്ളി പറഞ്ഞാൽ ആ ഒരു സമയത്ത് വേറെ ആരൊക്കെയോ ആണെന്നുള്ളൊരു ഇതുണ്ടാവും, ഞാൻ എന്തോ ഭയങ്കര വലുതാണെന്നുള്ളൊരു ഇതുണ്ടാവും. പിന്നെ പുള്ളി നിർത്തി. അതിനുശേഷം അപ്പം യൂസ് ചെയ്ത ഒരാൾ തന്നെ പറയാനുണ്ട്, അത് അടിക്കുന്ന സമയത്ത് എന്തോ അല്ല. ഇപ്പം ഇപ്പോഴത്തെ പിള്ളേരുടെ ഇതിൽ കുറെ നമ്മൾ കാണണേണ് എന്ന് വെച്ചാൽ ഒരു മാസ് എന്ന് വെച്ചാൽ ഇത് ഞാൻ സിനിമയിലൊക്കെ കാണും പോലെ ഒരു റീൽ ഇതുണ്ടല്ലോ. ഞാനിങ്ങനെ ഇപ്പം ആ ഓഡിയോ ക്ലിപ്പ് തന്നെ എന്തോ ഹീറോയിസം അവര് വിചാരിച്ചിരിക്കണ ഇതെന്തോ ഇതേപോലെയാണ് റീലിൽ കാണുന്നതും സിനിമയിൽ കാണുന്നത് പോലെയാണ് സംഭവം എന്നാണ് വിചാരിച്ചു വെച്ചത്. ഈ ഒരു സാധനം ചിലപ്പോൾ കാണും കേട്ടോ. അതായത് ഇപ്പം കൂടുതലും ഈ ഫോണും ഇതൊക്കെ എല്ലാവരുടെ കയ്യിലും ഉള്ളതുകൊണ്ട് ഈ 10ാം ക്ലാസ്സിൽ അല്ലെങ്കിൽ ആ ഒരു പിള്ളേരുടെ കയ്യിൽ തന്നെ ഫോണുണ്ട്. അപ്പൊ അവർ ഈ കാണുമ്പോഴത്തേക്ക് ഇതേപോലത്തെ കുറെ മാസ് റീൽസ് ഒക്കെ ഇടൂലേ, പക്ഷെ അവിടുത്തെ ഇടി അല്ലെങ്കിൽ ആൾക്കാർ ഷോ കാണിക്കുന്നു, ഇത് ഉപയോഗിക്കുന്നു. ചിലപ്പോൾ അതൊക്കെ ചിലപ്പം ഇൻഫ്ലുവൻസ്. കാര്യം ഈ ഇടയ്ക്ക് ഞാൻ കണ്ടായിരുന്നു ഒരു 10ാം ക്ലാസ്സിന്റെ സെൻഡ് ഓഫ് പാർട്ടിയിൽ ഈ കെമിക്കൽ സാധനങ്ങൾ 10ാം ക്ലാസ്സിന്റെ സെൻഡ് ഓഫ് പാർട്ടിയിൽ
കെമിക്കലിന്റെ സാധനങ്ങൾ വെച്ചിട്ടൊരു ഇതൊന്നും പറഞ്ഞിട്ട് റെയ്ഡിൽ പിടിച്ചത്. 10ാം ക്ലാസ്സിന്റെ 10ാം ക്ലാസ് പഠിക്കുമ്പോൾ നമ്മൾ ക്രിക്കറ്റ് കളിക്കാനല്ലേ ഓർഡർ. പക്ഷെ ഇപ്പം ആ സാധനം കൂടിയടാ. അത് അവരുടെ മാത്രം ഇതല്ല കാര്യം. ഇത് സ്കൂളുകളിലെ കേന്ദ്രീകരിച്ച് ഈ സാധനം കൊടുക്കാൻ വേണ്ടി മാത്രം ആൾക്കാരുണ്ടെന്നാണ് പറയണത്. ബാക്കിയുള്ള സ്ഥലങ്ങളിൽ വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഇവിടുത്തെ പോലീസൊക്കെ കുറച്ചും കൂടി നല്ല എഫക്റ്റീവും കഴിവുള്ള ആൾക്കാരാണ്. സത്യം പറഞ്ഞാൽ അവർ വിചാരിച്ചു കഴിഞ്ഞാൽ വേണമെങ്കിൽ ഒരു അല്ല. പക്ഷെ പോലീസിന് ഇപ്പം ആൾക്കാരുണ്ടോ? ആൾക്കാരുണ്ട്. പക്ഷെ കുറച്ചും കൂടെ ജനങ്ങൾ കുറച്ചും കൂടെ ഒരു ഇൻഫർമേഷൻ കൊടുക്കാനും എല്ലായിടത്തും പോലീസിനെ കൊണ്ട് എത്തിക്കാന്ന് പറയുന്നത് അവരില് ഇല്ലടാ. പോലീസിന് ഇപ്പം ഇത് കടത്തുന്ന ഇതിന്റെ എൻഡ് കുറച്ച് ആൾക്കാർ കാണുമല്ലോ. അവരെ മാത്രമല്ല പിടിക്കാനുള്ളത്. ഇതിന്റെ കട്ട് ചെയ്യണ്ടേ, ഈ സാധനം കട്ട് ചെയ്യണ്ടേ. ഇതിന്റെ മുകളിലെങ്കിലും ചിലപ്പം കാർട്ടിൽ പോലത്തെ സാധനങ്ങൾ തന്നെ ആയിരിക്കും. ഒരുപാട് കാണുമായിരിക്കും. അവരെ ഇപ്പൊ ഇത് കണ്ടില്ലേ, മറ്റേ പെരുമ്പാവൂര് ഒരു ഗോഡൌണിൽ നിന്ന് 20 കോടി എന്തോ സാധനം പിടിച്ചിടക്കി കണ്ട. ഈ പാൻ മസാല മാത്രം. അങ്ങനെ വീട്ടിൽ മസാല മറ്റേ ഇവിടെ കൊച്ചി ഷിപ്പ് യാർഡിലാണ്ട് മറ്റേ റോളക്സിന്റെ സിമ്പലും വെച്ചിട്ട് കൊക്കൈനം കണ്ടാണ് വന്നത്. അല്ല, ഈ പാൻ മസാല പിടിച്ചിടത്തി തന്നെ അങ്ങേരുടെ വീട്ടിൽ നോട്ടെണ്ണ മെഷീൻ ഉണ്ട്. അങ്ങനെ 20 ലക്ഷം എന്തോണം ഇത് ആഴ്ചയിൽ ലാഭം കിട്ടണം, ലാഭം മാത്രം. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക. അതിന് ഇത്രയും മാർക്കറ്റ് ആണെങ്കിൽ ഈ സബ്സ്റ്റൻസിനൊക്കെ എന്തുമാത്രം പൈസ ആയിരിക്കും. ഇതിന്റെ വണ്ടിലൊക്കെ ആരെങ്കിലും കാണൂടാ ഈ കാർട്ടിൽ പോലത്തെ സാധനങ്ങളാണ്. ഇങ്ങനെ ഈ സപ്ലൈ കട്ട് ചെയ്യാൻ പറ്റുമോ? കാര്യം ഇതിപ്പം നമ്മളിപ്പം ഭയങ്കര ഗ്രോയിങ് സിറ്റിയാണ്, അല്ലെങ്കിൽ ഗ്രോയിങ് സ്റ്റേറ്റ് ആണ് കേരള എന്ന് പറയുന്നത്. അപ്പം ഇത് പണ്ട് ബാംഗ്ലൂരിലൊക്കെ ഉണ്ടായിരുന്ന ഫിനോമിനാണ് ഈ ഇങ്ങനത്തെ ഡ്രഗ് യൂസ്, അല്ലെങ്കിൽ മുംബൈയിലുണ്ടായിരുന്ന ഫിനോമിനാണ് ഡ്രഗ് യൂസ്. ഇപ്പം നമ്മളും ആ ഒരു ലെവലിലേക്ക് എത്തുമ്പോൾ ഇതെങ്ങനെ? പക്ഷെ കേരളത്തിൽ കുറച്ചും കൂടെ കൺട്രോൾ ചെയ്യാൻ പറ്റുമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ കേരളത്തിലെ പോലീസ് കുറച്ചും കൂടി എഫക്റ്റീവ് ആണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എഫക്റ്റീവ് അല്ല എന്നല്ല പറഞ്ഞു. പക്ഷെ അത് ഈ ഗ്രോത്തിനനുസരിച്ച് ഇങ്ങനത്തെ കുറച്ച് ഇത് വരത്തില്ലേ എന്നുള്ളതാണ്. അല്ലെങ്കിൽ അത്ര കൺട്രോൾഡ് ആയിട്ട് നമ്മൾ അല്ല, എങ്കിലും സ്റ്റിൽ കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇത്രയും വലുതായിട്ട് അങ്ങ് പോവാത്ത രീതിയിൽ കൺട്രോൾ ചെയ്യാൻ പറ്റും എന്നാണ് എനിക്ക് തോന്നണം. പറ്റൂലേ? ഗവൺമെന്റ് വിചാരിച്ചു കഴിഞ്ഞാൽ പറ്റും. ഫുൾ ഫ്രീഡം കൊടുക്കുകയാണെങ്കിൽ പറ്റിയൊക്കെ ചെയ്യും. പറ്റും. അത് ചിലപ്പോൾ സഹകരിക്കണം. അല്ല, ചിലപ്പോൾ നമുക്ക് അറിഞ്ഞാത്തതാണ്. ചിലപ്പോൾ നമ്മൾ അല്ല, അത് അങ്ങനെ ഒരു ഇങ്ങനെ ഒരു വലിയൊരു ലാർജ് സിറ്റിയിൽ ഈ സാധനങ്ങൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യണേ എന്നുള്ളത് എക്സാമ്പിൾ ആയിട്ട് ഞാൻ കണ്ടിട്ടില്ല ഒരു സിറ്റി. ഇപ്പം ന്യൂയോർക്ക് ആയാലും ശരി, മിയാമി ആയാലും ശരി, ഇവിടെ ആയാലും UK ആയാലും എവിടെയായാലും പരിശോധിക്കാക്കൂലല്ലോ. ഇത് സംഭവം ഇൻഫർമേഷൻ കൊടുക്കണം. എഡ്യൂക്കേഷനിലാണ് ഇമ്പോർട്ടൻസ്. അതിലെ കാര്യമുള്ളൂ. അത് മാത്രമല്ല, ഈ എന്തുകൊണ്ട് യൂസ് ചെയ്യുന്നു എന്നുള്ളൊരു റീസൺ ഉണ്ടല്ലോ. ഇപ്പം ആൾക്കാർ എന്തുകൊണ്ട് ഈ ഒരു സബ്സ്റ്റൻസ് തേടി അല്ലെങ്കിൽ അതിനു വേണ്ടി പോകുന്നു. ബോധവൽക്കരണം ഉണ്ട്. പിന്നെ ഇത് സംഭവം പിടിക്കാനൊക്കെ ആൾക്കാർ കൂടെ നിന്നിട്ട് ഇൻഫർമേഷൻ പാസ് ചെയ്താലല്ലേ ഇവരെയൊക്കെ പിടിക്കാൻ പറ്റുള്ളൂ. അല്ലാതെ എല്ലാരെയും ചെക്ക് ചെയ്യാനും ഒക്കെ പ്രാക്ടിക്കലി പറ്റുന്ന ഒരു സാധനമല്ല. അല്ലടാ, ഇപ്പോഴും ആൾക്കാർ ഇപ്പം ഒരാൾ നാട്ടുകാർ തന്നെ പിടിച്ചു കൊടുത്തു ഒരാളിനെ കണ്ടായിരുന്നു ഈ ആഴ്ച തന്നെ. ഡ്രഗ്സ്. പക്ഷെ അത് ഒരു എൻഡിലുള്ള ഒരു മനുഷ്യനായിരിക്കും. ചിലപ്പോൾ അവർ സപ്ലയർ ആയിരിക്കും. ലാസ്റ്റ് ഇതിൽ ഒരു 5-6 പൊതി കൊടുക്കുന്ന ഒരു മനുഷ്യനായിരിക്കും. ഡ്രഗ് അഡിക്റ്റ് ആയിരിക്കും ചിലപ്പോൾ. ഡ്രഗ് അഡിക്റ്റ് ആവണവരെ തന്നെ ഒരു പിന്നീട് യൂസ് ചെയ്യും. അല്ല, ഡ്രഗ് അഡിക്റ്റ് ആയിരിക്കും മിക്കവാറും ഈ ആൾക്കാർ പിടിക്കുന്നതോ അല്ലെങ്കിൽ ആ പോലീസിനെ നിടി കിട്ടുന്നതോ അങ്ങനെയൊക്കെ ഉള്ള ഡ്രഗ് അഡിക്റ്റ് ആയിരിക്കും. അപ്പം എന്തുകൊണ്ട് ഈ അഡിക്ഷൻ കൂടുന്നു എന്നുള്ളതാണ് നമ്മളെ നോക്കേണ്ടത്. സപ്ലൈയും കുറയണം, ഇല്ല എന്നല്ല, പക്ഷെ അഡിക്ഷൻ എന്തുകൊണ്ട് വരുന്നു എന്നുള്ളതും കൂടെ. ഈ ഇപ്പം ആൾക്കാർക്ക് ഇപ്പം ജെൻസി ആൾക്കാർക്കിടയിൽ പ്രഷർ കൂടുതലാണോ, അങ്ങനെയുള്ള ഒരു സ്റ്റഡിയൊക്കെ അവർക്ക് എന്താണ് ബുദ്ധിമുട്ടെന്ന് പഠിക്കണം. കാരണം നമ്മൾ ഇല്ലാത്ത എന്ത് ബുദ്ധിമുട്ടാണ് അവർക്കുള്ളത്. ഈ 90s ഇല്ലാത്ത എന്ത് അത് തന്നെ എന്ത് ബുദ്ധിമുട്ടാണ് അവർക്ക് ഇങ്ങനെ തോന്നണം, എന്തുകൊണ്ടാണെന്ന് പഠിക്കണം. അവർക്ക് എന്ത് അങ്ങനെ ഉണ്ടെങ്കിൽ, അങ്ങനെ ഉണ്ടാകുന്ന എനിക്കറിയില്ല. ചിലപ്പോൾ ഡിറ്റാച്ച്മെന്റ് ഒക്കെ കാണുമായിരിക്കും ആൾക്ക്. മീൻസ് വീട്ടുകാരുമായിട്ടൊക്കെ അല്ലേ ഡിറ്റാച്ച്മെന്റ് എന്താ, പ്രഷർ കാണത്തില്ല അവർക്ക്. ഇപ്പൊ നമ്മളെക്കാട്ടിയും കൂടുതൽ പ്രഷർ കാണൂല അവർക്ക് എഡ്യൂക്കേഷനിലും ഇതിലൊക്കെ. അവരുടെ ഒരു കമ്മ്യൂണായിട്ട് നിൽക്കുന്നെങ്കിൽ പോലും നമ്മുടെ അത്രയും കമ്മ്യൂണായിട്ട് നിൽക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പൊ പോലീസ് പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ 1-2 സാധനങ്ങൾ പറഞ്ഞത്. ഒന്ന്, ഗെയിമിംഗ് നിർത്തണം എന്നാണ് അവർ പറഞ്ഞത്. കേട്ടായിരുന്നത്? അതായത് ഗെയിമിംഗ് പ്രശ്നം എന്നാണ് അവർ പറയണത്. അവരങ്ങനെ പറഞ്ഞ് പോലീസ് പറഞ്ഞിരുന്നത്. അതായത് മനോജ് എബ്രഹാം ആണെന്ന് തോന്നുന്നു പറഞ്ഞത്. അതായത് ഈ വയലൻസ് ഉള്ള ഗെയിംസ് നിർത്തണം എന്നാണ് ഇപ്പം റിപ്പോർട്ട് അയച്ചേക്കണത്. അതായത് കേന്ദ്ര ഗവൺമെന്റിന്. പിന്നെ രണ്ടാമത് പറഞ്ഞത് അവർ സിനിമാക്കാരെ എല്ലാം വിളിച്ചു വരുത്തിയിട്ട് സിനിമയിൽ ഇങ്ങനെയുള്ളൊരു ഗ്ലോറിഫിക്കേഷൻ കാണിക്കുന്നുണ്ട്, അതിന് തൊട്ട് അങ്ങനെ ഒരു സാധനം വരരുത്, കുറയ്ക്കണം.
സേഫ്റ്റിയെയും കൂടി കൺസിഡർ ചെയ്ത് ആ സാധനങ്ങൾ കുറയ്ക്കണം എന്നുള്ളൊരു സാധനം അവർ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇത് രണ്ടും ഒരു ഫാക്ടർ ആയിരിക്കും. ഗെയിം നമുക്ക് പറയാം, സിനിമ അത് ഫാക്ടർ ആയിരിക്കും. ഇപ്പം സിനിമ അത് ഒരു സ്ട്രെയിറ്റ് ഫോർവേഡ് യെസ് ഓർ നോ പറയാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാര്യം ചില സിനിമ കാണുമ്പോഴത്തേക്ക് ആ സമയത്ത് നമുക്കൊരു ഇൻഫ്ലുവൻസ് ഉണ്ടാവില്ലേ. ലോങ് ടൈമിൽ ഇൻഫ്ലുവൻസ് ലോങ് ടൈമിൽ എനിക്ക് തോന്നുന്നില്ല, പക്ഷെ നമ്മളിപ്പം ചില ഒരു സിനിമ കാണുമ്പോഴത്തേക്കും പോസിറ്റീവ് ഒരു സിനിമ കാണുമ്പോൾ തോന്നും. തല്ലുമാല കണ്ടിറങ്ങുമ്പോൾ നമുക്ക് തന്നെ തോന്നും തിയേറ്ററിൽ നിന്ന് രണ്ടിടി ഉണ്ടാക്കാൻ തോന്നും. പിന്നെ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഒരു റേഞ്ച് ഉണ്ടാവും. പക്ഷെ അതൊരു ആ ഒരു മൊമെന്റിലായിരിക്കും. പക്ഷെ അതിലായിരിക്കും. പക്ഷെ ഇപ്പം ഞാൻ പറഞ്ഞു, ഇപ്പൊ അടുത്തോണ്ട് ഇങ്ങനെ പടങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്, ഇങ്ങനത്തെ പടങ്ങൾ മാത്രമേ കാണുന്നുള്ളൂ. വഴി പയ്യെ ഉപബോധ മനസ്സിലൊരു മാറ്റം വരൂലേ. പക്ഷെ എന്തുകൊണ്ട് അങ്ങനത്തെ സിനിമകൾ മാത്രം ഹിറ്റ് ആവുന്നു? അതാ അത്രയും ആൾക്കാർ അതാണ് കാത്തിരിക്കുന്നത്. അപ്പൊ ആൾക്കാർക്ക് പക്ഷെ ആ സിനിമയിൽ നിന്ന് നിയന്ത്രിക്കാനൊന്നും പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം സിനിമ ഇപ്പോഴേ ഹിറ്റ് ആവണില്ലെന്നാണ് പറയണത്. ഇപ്പം മാർക്കോ ഉണ്ട്, എനിക്ക് മാർക്കോ ഇഷ്ടപ്പെട്ടായിരുന്നു. വയലന്റ് ആണ് ശരിയാണ്. ഇപ്പൊ അല്ലെങ്കിൽ ഒരു മറ്റേ സ്കില്ല് അതും ഭയങ്കര വയലന്റ് ആണ്. പക്ഷെ അത് കണ്ടുകൊണ്ട് ഇപ്പം ഞാനോ നീയോ ചെന്ന ഒരാളെ ചെയ്യൂലായിരിക്കും. പക്ഷെ ചിലപ്പോൾ ഇതിൽ ഇൻഫ്ലുവൻസ് ആവണ ഒരാൾ കാണുമായിരിക്കും. ഇപ്പം എല്ലാവരും നോർമൽ ആയിരിക്കുമല്ലോ, ചിലപ്പോൾ ഇൻഫ്ലുവൻസ് ആവണ 1-2 പേര് ചിലപ്പോൾ കാണുമായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഞാൻ പറയണ ഏറ്റവും അതുകൊണ്ട് ഇത് കൺട്രോൾ ചെയ്യേണ്ടത് റീൽസ് ആണ്. കാര്യം ഈ സിനിമയെക്കാട്ടിയും കൂടുതൽ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കണ നമ്മൾ റീലാണ്. അപ്പം മാർക്കോയുടെ ഇത് ചെവി അടിച്ചു പറിക്കണൊക്കെ എത്ര റീലുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ അതല്ലേ ഏറ്റവും കൂടുതൽ നമ്മളിങ്ങനെ കണ്ടുകൊണ്ട് നമ്മുടെ ഫീഡിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന എപ്പോഴും അതല്ലേ. സിനിമ 2.5 മണിക്കൂറേ ഉള്ളൂ, അത് കഴിഞ്ഞ് ചിലപ്പോൾ ഒരു മണിക്കൂറും കൂടെ ആ ഒരു ഹാങ് ഓവർ. പിന്നെ ഇപ്പം മാർക്കോ 18 വയസ്സ് മേളിലാണ്. മാർക്കോ പക്ഷേ കാണുന്നത് 18 വയസ്സ് അത് തിയേറ്ററിൽ കൊണ്ടുപോയി കാണിച്ചവരുണ്ട്. 15 വയസ്സുള്ള പിള്ളേര് പ്രശ്നം ഉണ്ടല്ലോ, അവര് മൊത്തം തിയേറ്ററിൽ പോയി കാണാൻ പറ്റുമല്ലോ. അവര് എന്തായാലും കണ്ടു കാണും മാർക്കോക്ക. അവരെ നിയന്ത്രിക്കാൻ ഇപ്പം PVR അങ്ങനെ നിയന്ത്രിക്കുമായിരിക്കും, ബാക്കി അത് തിയേറ്ററിൽ നിയന്ത്രിക്കും. ശരിയാണ്. അതെ. പിന്നെ കുട്ടികള് ഇപ്പൊ സാധാ ഒരു ഓഫീസർ ഓൺ ഡ്യൂട്ടി തന്നെ ആ സിനിമ തന്നെ, അത് കൊച്ചു കുട്ടികളിലേക്ക് വെച്ചുകൊണ്ടാണ് വന്ന് ഇരുന്ന് കാണുന്നത്. രക്തമുണ്ട്, കാര്യങ്ങളുണ്ട്, അവരെയൊക്കെ സ്വാധീനിക്കൂലേ, അവർക്ക് ട്രോമ ഇതൊക്കെ ആവൂലേ. ഞാൻ അത് മെനങ്ങാന്ന് പോയി കണ്ട പടമാണേ. മെനങ്ങാന്ന് പോയപ്പോഴത്തേക്ക് എൻ്റെ അടുത്തിരുന്ന ആളും വൈഫുമാണ് ഇരുന്നത്. ഒരു 3-4 വയസ്സുള്ള പിള്ളേരുണ്ട്, 2 പേരെയും വെച്ചിട്ടാണ് അവർ വന്നത്. പക്ഷെ അതൊക്കെ ഞാൻ ആലോചിച്ചു എന്തിനാണ് അങ്ങനെയുള്ള. പക്ഷെ അത് A സർട്ടിഫിക്കറ്റ് അല്ലാത്തോണ്ടായിരിക്കാം. A സർട്ടിഫിക്കറ്റ് പക്ഷെ അതിൽ 13, 16 പ്ലസ് അതൊക്കെ എഴുതിയിട്ടുണ്ട്. A സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞാൽ 18-ന് മേലിലുള്ള, അത് തുടങ്ങിയിട്ടാണ്. പക്ഷെ 16, 13 വരെ 13 പ്ലസ് ഉണ്ട്. അപ്പൊ അതൊക്കെ കൃത്യമായിട്ട് ഇങ്ങനെ ആരും നോക്കാറില്ല. ഇവിടെ നോക്കാറില്ല. 16 പ്ലസ് എന്തോ സാധാ ഡ്രാമ പടം പറഞ്ഞാണ് കേരളം. ഇപ്പൊ മാർക്കോ അങ്ങനെ ഇത്രയും ചെറിയൊരു ആളാണ് കാണണമെങ്കിൽ അവർക്കുണ്ടാവുന്ന ഒരു വേറൊരു ഇതായിരിക്കും, നമ്മളെ പോലെ ആയിരിക്കൂല. കൊച്ചു പിള്ളേരൊക്കെ ചിലപ്പോൾ വരുമായിരിക്കും. കൊച്ചെന്ന് വെച്ചാൽ ഞാൻ പണ്ട് ജയ് ഹനുമാൻ കണ്ടിട്ട് വാലിൽ തീയത്തിച്ചിട്ട് ഓടിയിട്ടുണ്ട്. എത്ര നേരം ഓടി? കുറച്ച് നേരം ഓടിയിട്ട്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊച്ചിലെ ഒരു മറ്റേ ശക്തിമാൻ കണ്ടിട്ട് എത്ര പേര് താഴെ ചാടി. അതിന് 4-5 വയസ്സുള്ളപ്പം. പക്ഷെ ആ പിള്ളേരൊന്നും ഇങ്ങനത്തെ വയലൻസ് കാണിക്കൂല. ഇത് ഈ കാണിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു early 20s അല്ലെങ്കിൽ ഒരു അവരൊക്കെ കുറച്ചും കൂടി ചിന്തിക്കാനുള്ള ബുദ്ധിയൊക്കെ വന്നു തുടങ്ങുന്ന സമയമാണല്ലേ. നമുക്കൊരു +2 അല്ലെങ്കിൽ 10 കഴിഞ്ഞപ്പോൾ നമ്മള് എനിക്ക് തോന്നുന്നു late 20s ഒക്കെ ആകുമ്പോഴാണ് ഒരു അഡൽട്ട് ബ്രെയിൻ ഫുള്ളി അതെ ഡെവലപ്പ് ആവണം. അല്ലടാ, ഇപ്പൊ ആർട്സ് എന്ന് പറഞ്ഞ സാധനം അതിനൊരു പോസിറ്റീവ് ഇതില്ലേ, ഹീലിംഗ് പവർ ഒക്കെ ഇല്ലേ, ഹീലിംഗ് പവർ ഉണ്ട് ഇല്ലേ. അപ്പം അതുപോലെ ചിലപ്പോൾ ഒരു നെഗറ്റീവ് ഇത് ഫ്രീക്വന്റ് ആയിട്ട് കാണുന്ന ഒരാളെ ചിലപ്പം ഫ്രീക്വന്റ് ആയിട്ട് അത് മാത്രം കൺസിഡർ സിനിമ കണ്ടിട്ടല്ലേ മറ്റേ ട്രെൻഡ് ഒക്കെ ഇറങ്ങിയത്. സിനിമ സ്വാധീനിക്കുന്നുണ്ട്, ഇല്ലാന്നല്ല. പക്ഷെ ഇങ്ങനെ ഈ ഒരു അഗ്രഷൻ ഇതൊക്കെ അങ്ങനെ വച്ചോണ്ടിരിക്കാൻ പറ്റൂ? ഇല്ല ഇല്ല. അതല്ല പ്രേമം സിനിമയൊക്കെ നമ്മൾ ആ ഒരു എന്താ അടുത്ത പ്രേമം കഴിഞ്ഞിട്ട് വേറൊരു സിനിമ അതിന്റെ പറയാ പോകും. അല്ലടാ, ഇപ്പം നോർമലായിട്ട് ചിന്തിക്കുന്ന ഒരാൾക്ക് ഒന്നും പ്രശ്നമില്ലായിരിക്കും. ചിലപ്പം നോർമൽ അല്ലാതെ ഇത് സിനിമ തന്നെയാണ്, അല്ലെങ്കിൽ ഇത് മാത്രം കൺസ്യൂം ചെയ്യുന്ന ഒരാളാണെന്ന് വെച്ചോ, വയലൻസ് മാത്രം കൺസ്യൂം ചെയ്യുന്ന ആൾക്കാരാണെന്ന് വെച്ചോ, അവർക്ക് ചിലപ്പോൾ ഇത് ലോങ് ടൈമിൽ ഒരു പ്രശ്നം ഉണ്ടാവില്ലായിരിക്കും. അവര് സിനിമ ഇല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാണുമായിരിക്കും. ഞാൻ കേട്ടോണ്ട് ചില ആൾക്കാർ ഈ ഡാർക്ക് വെബിലൊക്കെ കയറിയിട്ട് ഇങ്ങനെ വയലന്റ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് മാത്രം കാണുന്ന ആൾക്കാരുണ്ട്. അതായത് ഒരു സാധാരണ മനുഷ്യന് കണ്ടിരിക്കാൻ പറ്റാത്ത ഇതൊക്കെ ഇല്ലേ, അത് മാത്രം കാണുന്ന ആൾക്കാർ മാത്രം ഉണ്ടെന്നുണ്ട്. അപ്പൊ അവര് ചിലപ്പോൾ അത് സിനിമയുടെ മാത്രം ഇൻഫ്ലുവൻസ് അല്ല, അതല്ലാത്തതും കൂടി അത് അവരുടെ മാനസികത്തിന്റെ കൂടിയാണ്. അതെന്ന് പറഞ്ഞാൽ
ഒരു കോമൺ ആയിട്ട് അത് ജനറലൈസ് ചെയ്ത് പറയാൻ പറ്റൂല ഇതുകൊണ്ട് ഇൻഫ്ലുവൻസ് ആയിരുന്നു. പക്ഷെ തെന്നിയും തെറിച്ചും ആരെങ്കിലും കാണുമായിരിക്കും ഇൻഫ്ലുവൻസ് ആവണം. പക്ഷെ ഇത് അല്ല, ഇത് സിനിമയുടെ തലയിലേക്ക് കൊണ്ടുവയ്ക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പറയാൻ പറ്റൂല. ഇത് സത്യം എനിക്ക് തോന്നുന്നു ചിലപ്പം ഗവൺമെന്റ് പറയണത് ചിലപ്പോൾ അവരുടെ കഴിവില്ലായ്മ മറയ്ക്കാനും കൂടി ആയിരിക്കും അത് പറയണത്. സിനിമയും കൂടിയൊക്കെ സിനിമ പണ്ട് ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു. പക്ഷെ ഇപ്പോഴത്തെ ആൾക്കാരുടെ ഒരു ഇതെന്ന് പറഞ്ഞാൽ ഇപ്പൊ കൂളായിട്ട് കാണിക്കുക, ഒരു അടി നോർമലൈസേഷൻ ഓഫ് വയലൻസ്. മനസ്സിലായി. ഇപ്പൊ കൂളായിട്ട് ഇപ്പോഴത്തെ ആൾക്കാർ ചിന്തിക്കുന്നു. ഇപ്പൊ അത് തന്നെ ഞാൻ അവന്റെ കണ്ണൊന്നും ഇല്ല നീ കാണുമെന്ന് പറയണം ഒരു സഹപാഠിയുടെ അടുത്തൊരു. ഇപ്പൊ നമ്മളായാലും പെട്ടെന്ന് ഒരു അടി അങ്ങനെ ആർക്കെങ്കിലും കൊടുത്താൽ നമ്മൾ പേടിച്ചു പോകൂലേ വീട്ടില്. ഇതങ്ങനെയല്ല, അവന്റെ കണ്ണൊന്നും ഇല്ല നീ കാണണം, ഞാൻ നല്ലോണം കൊടുത്ത്, അങ്ങനെയാണ് പറയുന്നത്. സിനിമയുടെ തലയിൽ മാത്രം കുറ്റി വെച്ചിട്ട് സോഷ്യൽ മീഡിയയുടെ കാര്യമുണ്ട്. ന്യൂസ് കണ്ടാൽ നമുക്ക് വയലൻസ് ആണ്, സോഷ്യൽ മീഡിയ കണ്ടാൽ അതിലും വയലൻസ്, സിനിമ കണ്ടാൽ അതിലും ഒരു സ്ട്രെസ് ബസ്റ്റർ എന്ന് പറയുന്ന സാധനം ഇപ്പൊ ഇല്ല. യൂട്യൂബിൽ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ എന്തോന്നുണ്ട്, നമ്മൾ ആ പോസ്റ്റ് കോവിഡിലുള്ള സ്ട്രെസ് ബസ്റ്റർ ആയിട്ടുള്ള സാധനങ്ങളൊന്നും ഇപ്പൊ ഇല്ല. ഇപ്പൊ ഫുള്ള് എക്സ്പ്ലനേഷൻ വന്നിരുന്ന എക്സ്പ്ലനേഷൻ റേജും പിന്നെ പിന്നെ കുറ്റവും ഇപ്പം യൂട്യൂബില് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റ കട്ടൊക്കെ മതി, ഒരു കട്ട് മതി. അത് കുഴപ്പമില്ല. ചിലപ്പോ ചിലര് നന്നായിട്ട് സംസാരിക്കും, കോമഡി ആയിട്ട് സംസാരിക്കുന്നവരുണ്ട്. പക്ഷേ ഭൂരിഭാഗം പേരും അങ്ങനെ ഇതെന്ന് പറഞ്ഞാൽ കമന്റ് ഇടുന്നത് അങ്ങനെ തന്നെ. മറ്റേ നിങ്ങളെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞു, അപ്പൊ നിങ്ങൾ എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നത്? ആൾക്കാർക്ക് അത് കൺസ്യൂം, അതാണ് വ്യൂ കൂടുതൽ, അടി കൂടുന്നതാണ് അവർക്ക് കാണാൻ ഒരു ഇഷ്ടം. മസാലയാണ് ആൾക്കാർക്ക് കൂടുതൽ ഇഷ്ടം. പോസിറ്റിവിറ്റി അല്ലെങ്കിൽ വീഡിയോയും കൊടുക്കണുണ്ടോ അവര്? ഒരു ഏതൊരു ഫാമിലിയുടെ ഇഷ്യൂ ഒക്കെ അല്ലേ എപ്പോഴും വൈറലാണ്. എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ അപ്പൊ തന്നെ എക്സ്പ്ലനേഷൻ. ഇതാണ് ഇവിടെ യാഥാർത്ഥ്യം സംഭവിച്ചത്. ഇതിലെ ഈ സിനിമയുടെ സംഭവത്തില് ഒരിത് കണ്ട് പിണറായി വിജയൻ പറയും, ഒരു ചിരിച്ചോണ്ടാണ് പറയണത്. അതായത് മറ്റേ ആവേശ സിനിമയില്ലേ, ആവേശ സിനിമയില് തീവന്നു കഴിഞ്ഞാൽ എന്താണ്, കൂടെ ഉള്ളവരെ അടിക്കാൻ വേണ്ടിയിട്ട് ഗുണ്ടകളുടെ സഹായം തേടി പോകുന്നു. അപ്പൊ അത് കണ്ടതിന് ശേഷം എടാ മോനെ എന്ന് വിളിച്ച് ഒരിത് കൊണ്ടായിട്ട് കുറെ സ്കൂൾ പിള്ളേരൊക്കെ ഇതേപോലെ ഗുണ്ടകളുടെ അടുത്തൊക്കെ വിദ്യാർത്ഥികൾ പോയതുണ്ടെന്ന് പോലീസ് റിപ്പോർട്ട് ചെയ്തെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞാനും കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ പറയാം, ആ പടം അങ്ങനെ കണ്ട് ഇങ്ങനെ പറയും. ഇത് അത് സിനിമയുടെ തലയിൽ മാത്രം വെച്ചു കൊടുക്കാനും പറ്റൂല, അങ്ങനെയാണ് പുള്ളി പറയണത്. പക്ഷെ അത് സിനിമയെ കുറ്റം പറയണത് ഗവൺമെന്റിന്റെ ഒരു സിസ്റ്റത്തിന്റെ ഇത് സിസ്റ്റം അല്ലേ റെഗുലേറ്റ് ചെയ്യാനുള്ള സിനിമ കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഇവിടുത്തെ കേരളത്തിലെ ഗുണ്ടകളെയൊക്കെ എല്ലാവർക്കും ഇവർക്ക് മരിക്കാൻ പറ്റുന്നേ ഉള്ളൂ ഈ പോലീസുകാർക്ക്. കാരണം അവർക്ക് നല്ല വേറെ ഏത് സ്റ്റേറ്റിൽ നോക്കിയാലും ഇവിടെ നല്ല ഡീറ്റെയിൽ ഇട്ട് അവർക്ക് എല്ലാം ഇവിടെ അത് തന്നെ. ഇപ്പം ഒരു ഗുണ്ട പോലീസിന് മേളിൽ ഒരു ഗുണ്ടയും ഇവിടെ പറ്റൂല. ചിലപ്പോ വേറെ ഇത് സ്റ്റേറ്റിൽ ചിലപ്പോ പറ്റുമായിരിക്കും, പക്ഷെ ഇവിടെ പറ്റും. എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഏതെങ്കിലും ഒരു ഭരിക്കുന്ന പാർട്ടിയുടെ കൂടെ നിൽക്കുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ പറ്റും. കാര്യം ഇതും അവന്മാർക്ക് പോലീസിനോടെങ്കിൽ കൂട്ടാൻ പറ്റും. പക്ഷെ മറ്റവരുടെ പ്രഷർ ഉള്ളത് കൊണ്ടായിരിക്കാം അവരങ്ങനെ അങ്ങ് അടച്ചു. ഇവിടുത്തെ പോലീസിന്റെ ഈഗോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ പോലീസ് ഇവിടുത്തെ സിസ്റ്റം കുറച്ചും കൂടി ബെറ്റർ ആണ്. ബാക്കിയുള്ള സ്ഥലത്ത് നോക്കുമ്പോഴത്തേക്കും ഈ ഒരു നമ്മൾ DGP ആരും കൊണ്ട് ഈ ഒരു ഇതുണ്ടല്ലോ, ഇന്ത്യൻ എക്സ്പ്രസിന്റെ മറ്റേ യൂട്യൂബ് ചാനൽ ഉണ്ടല്ലോ, അപ്പൊ അതിലെ ഒരു ഇന്റർവ്യൂവിൽ അയാൾ പറയുന്നുണ്ട്, ഈ ഇങ്ങനെ ഒരു സാധനം വന്ന് അയാൾ വീട്ടിൽ നിന്ന് ഇറങ്ങി അപ്പോൾ ഇൻഫർമേഷൻ കിട്ടും. ഒരു ഗുണ്ട വീട്ടിൽ നിന്ന് ഇറങ്ങി അല്ലെങ്കിൽ വേറൊരു സ്പോട്ടിൽ പോയി എന്ന് അവരറിഞ്ഞ് അപ്പോൾ പോയി ചോദിക്കും എന്തിനു പോയി, എവിടെ പോയി. ഇങ്ങനെ അവരുടെ ഒരു ഇത് പറഞ്ഞിട്ടുണ്ട്, അവർ രാത്രി ചെന്നിട്ട് അന്വേഷിക്കും. വീട്ടുകാർക്ക് സ്വൈര്യം കൊടുക്കില്ല, അതായത് പോലീസുകാർ വീട്ടുകാർക്ക് സ്വൈര്യം കൊടുക്കില്ല, ഈ ഗുണ്ടകളുടെ വീട്ടുകാർക്ക് സ്വൈര്യം കൊടുക്കില്ല. അങ്ങനെ പ്രഷറൈസ് ചെയ്യും അവർ. ഇപ്പോൾ വേറെ എന്തെങ്കിലും ഒരു ആക്ടിവിറ്റിയിൽ ഏർപ്പെട്ടു എന്ന് അറിയുകയാണെങ്കിൽ ഒരു ഭയങ്കര പ്രഷർ. അവർക്ക് അവന്മാര് മനുഷ്യന്മാര് തന്നെ, അവന്മാർക്ക് ബുദ്ധിമുട്ട്. അല്ല ഇവിടുത്തെ പോലീസ് ഭയങ്കര കുറച്ചും കൂടി എഫിഷ്യന്റ് ആണ്. പൊതുവെ ബാക്കിയുള്ള സ്ഥലങ്ങളിൽ വെച്ച് ഭയങ്കര എഫിഷ്യന്റ് ആണ്, ചെയ്യാനും പറ്റും. അതില് പോലീസുകാർക്ക് ഉറപ്പുണ്ട് ഇത് വലിയ കുഴപ്പമില്ലാത്ത ഇതാണ്, അവര് ഇങ്ങനെയാണ്. അല്ലെങ്കിൽ അവർക്ക് നേരത്തെ കിട്ടി തന്നെ അടിച്ചു കൂട്ടി കൊണ്ടുപോകാൻ വിവരമില്ലായ്മ കൊണ്ടുള്ള ഒരു സാധനം അവര് വിട്ടോ കൈവിട്ടതാണ്. അത് പോട്ടെന്ന് പറഞ്ഞു അവർക്ക് ആദ്യമേ കിട്ടും. അത് കിട്ടും. ഗുണ്ടകളുടെ സാധനമൊന്നും എത്രത്തോളം അല്ലടാ. ഇപ്പം പണ്ട് ഇതുപോലത്തെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. അതായത് ഗുണ്ടകൾ ഇടയ്ക്ക് വെച്ച് തിരുവനന്തപുരത്തായിരുന്നു പണ്ട് ഇടയ്ക്ക് വെച്ച് ഗുണ്ടകൾ കൂടുതൽ. പിന്നെ കൊച്ചിയിലാണ് തോന്നുന്നു, ഇപ്പം കൂടുതൽ കൊച്ചിയിലാണ്. പക്ഷെ അതിലും പറയണത് ഇടയ്ക്ക് വെച്ച് ഇതേപോലെ കൂടി വന്നപ്പോഴത്തേക്ക് അവരൊരു എന്തോ ഒരു ഇതുണ്ടായിരുന്നു, എല്ലാരെയും ഒരേ സമയത്ത് ഇതാക്കിയത്. കാപ്പയൊക്കെ ഇട്ടിട്ട് അതുപോലെ ചെയ്യാൻ പറ്റും, ഇപ്പോഴും ചെയ്യാൻ പറ്റും. ഇല്ല, ഗുണ്ട സെറ്റപ്പ് അല്ല കൂടുതലുള്ളത്. ഇപ്പം സത്യം പറഞ്ഞാൽ അതുപോലെ ഒരു മിഷൻ ഇറക്കുകയാണെങ്കിൽ ഡ്രഗിന്റെ സാധനവും പിടിക്കാൻ പറ്റും.
ഫുള്ള് എടുക്കാൻ പറ്റില്ലേ? ചിലപ്പോൾ അവരും ചിലപ്പം കേരളത്തിനെ ബേസിൽ ആയിരിക്കില്ല നിൽക്കണം. ഇപ്പൊ ബാംഗ്ലൂരൊക്കെ കേട്ടിട്ടുണ്ട്. ബാംഗ്ലൂരൊക്കെ അവർ പറയുന്നത് പൊതുവെ ആഫ്രിക്കൻസ് ആണ് അവിടെ കുറെ ആൾക്കാരുണ്ട്. ആഫ്രിക്കൻസ് മൊത്തത്തിലല്ല, കുറച്ച് പേരുണ്ട്. പക്ഷെ അവരാണ് അവിടെ ഇത് ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ടെന്നാണ് പറയണത്. ഈ ഡ്രഗ്സ് എന്ന് പറയുന്നത് ഒരു മറ്റേ ഇപ്പൊ ഈ വയലൻസ് പോലത്തെ ഒരു സംഭവമായിട്ട് നമുക്കങ്ങനെ പാടാണ്. ഇതിന്റെ ഒരു സപ്ലൈ അങ്ങനെ അത് ഇപ്പൊ ഞാൻ പറഞ്ഞില്ല, അങ്ങനെ ഒരു എഫക്റ്റീവായിട്ട് ഒരു സിറ്റിയിലോ അല്ലെങ്കിൽ ഒരു ഇതിലും ഞാൻ കണ്ടിട്ടില്ല. മനസ്സിലായി. എനിക്ക് തോന്നുന്നു ഇപ്പം ഈ പ്രശ്നങ്ങളൊക്കെ ഇപ്പം എന്തൊക്കെ നല്ല ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്, തുടങ്ങിയിട്ടുണ്ട്. ചെക്കിങ് ഉണ്ട്, പക്ഷെ എത്ര നാൾ ഇങ്ങനെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതും കൂടെ അറിയേണ്ടതാണ്. കാര്യം ഇത് കുറച്ച് നാൾ പോവും, പിന്നെയും വരും. ഇത് തീരണ സാധനമല്ല. അത് ഏറ്റവും ബെസ്റ്റ് ഈ ഇവരെ ബോധവൽക്കരിക്കുക, അല്ലെങ്കിൽ ഇവരുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് അറിയുക. ഇപ്പോൾ ജെൻസി കിഡ്സ് ആയാലും സാധാരണ ആൾക്കാരായാലും ഇപ്പം വർക്ക് പ്രഷർ എന്നൊക്കെ പറഞ്ഞാൽ ഇപ്പോൾ കൂടുതലാണെന്നാണ് എനിക്ക് തോന്നുന്നത്. സ്കൂളിലും കോളേജിലും അതുപോലൊരു സാധനം വരില്ല. ഈവൻ അല്ലെങ്കിൽ വർക്ക് പ്ലേസിലും സത്യം പറഞ്ഞാൽ അങ്ങനെ ഒരു സാധനം കൊടുത്ത ടെക്നോ പാർക്കിൽ ഇടയ്ക്ക് ഉണ്ടായിരുന്നു, പിടിച്ചായിരുന്നു. ഒരു ന്യൂസ് കണ്ടതാണ്, ഇത് സപ്ലൈ ആളെ പിടിച്ചു. അവിടെ ടെക്നോ പാർക്ക് സപ്ലൈ ചെയ്യുന്ന ഇപ്പം 2K കിഡ്സ് എന്ന് പറയുന്നത് ഇപ്പം വാർത്തകൾ വന്നുകൊണ്ടാണ്. ഇപ്പം 90s കിഡ്സിന്റെ വാർത്ത വന്നില്ലെന്നേ ഉള്ളൂ. അത് വന്നു കഴിഞ്ഞാൽ അവര് പ്രശ്നമാണെന്ന് പറയും. 90s കിഡ്സ് മാറി, കിഡ്സിന് ചേർക്കുന്നത് നമുക്ക് നാണക്കേടാണ്. പറയുന്നില്ല. അതെ, പക്ഷേ എന്നാലും 90s കിഡ്സ് അത് പോകും തോന്നുന്നില്ല. പിന്നെ ഈ നമ്മള് ഈ പാരന്റ്സിനെ അതേപോലെ ഗൈഡൻസ് അവരെയും കൂടെ കുറച്ച് ബോധവൽക്കരിക്കേണ്ട ഒരു ആവശ്യമുണ്ട്. കാര്യം നമ്മള് വന്നപ്പോൾ ഒരു കമ്മ്യൂൺ എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, അത് കുറയും. അത് എനിക്കത് മനസ്സിലായില്ല എന്ന് പറഞ്ഞ ഇപ്പം ഫ്രണ്ട്ഷിപ്പ് ആണോ? ഫ്രണ്ട്ഷിപ്പ് എന്നല്ല, ഒരു എന്താ പറയാ, ഇപ്പൊ പരസ്പരം ഒരു മത്സര ബുദ്ധി എന്ന് പറയുന്ന സാധനമില്ലേ, അത് അതൊരു കുറച്ച് കൂടുതലാണല്ലേ. അല്ല, എനിക്ക് തോന്നി ഫസ്റ്റ് എന്നുള്ള ഒരു സാധനം ഭയങ്കര കൂടുതലാണെന്ന് തോന്നുന്നു. എനിക്ക് കുറച്ചും കൂടി തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുറച്ചും കൂടി നമ്മുടെ സമയത്ത് ഈ ഫോണൊന്നും ഇല്ലാത്തതുകൊണ്ടായി ഇപ്പം കുറച്ചും കൂടി ഇതുണ്ട്. കാര്യം വീട്ടിൽ തന്നെ ആയിരിക്കും കൂടുതൽ സ്പെൻഡ് ചെയ്യണത്. അപ്പം ആൾക്കാരുമായിട്ട് ഇറങ്ങി സൊസൈറ്റിയിൽ സ്പെൻഡ് ചെയ്യുന്ന ആൾക്കാർ ഇപ്പം 100 പേര് എടുത്തു കഴിഞ്ഞാൽ കുറവായിരിക്കും പിള്ളേരൊക്കെ. പക്ഷെ നമ്മുടെ സമയത്ത് അങ്ങനെയല്ല. നമ്മൾ വൈകുന്നേരം വിട്ട് നമുക്ക് കളിക്കാനൊക്കെ പോകാനൊക്കെ നമുക്ക് വേറെ എന്റർടൈൻമെന്റ് ഉണ്ട്. ക്രിക്കറ്റ് എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ട്, നമുക്ക് ക്രിക്കറ്റ് ഉണ്ട്, ഫുട്ബോൾ, നമുക്ക് വേറെ എന്റർടൈൻമെന്റ്സ് ഉണ്ട്. അതിനുള്ള സാഹചര്യം അവർക്ക് ഇല്ല, അവർക്ക് ഇല്ല. അപ്പൊ അവർക്ക് ചിലപ്പം കൂടുതലും ഒറ്റപ്പെട്ടായിരിക്കും അവർ നിൽക്കണം. അച്ഛനും അമ്മയും അവർക്ക് ആ സമയത്ത് ചിലപ്പോൾ പഠിത്തം ഉണ്ടായിരിക്കാം, ട്യൂഷൻ ക്ലാസ് ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ വീട്ടിൽ ചുമ്മാ ഇരിക്കുമായിരിക്കാം, ചിലപ്പോൾ ഫോൺ മാത്രമേ കാണുള്ളൂ. അല്ലെങ്കിൽ ആ സമയത്തൊക്കെ ആയിരിക്കും ഇതൊക്കെ കുറച്ചും കൂടി ട്രൈ ചെയ്യണത് കൊണ്ടായിരിക്കാം, മേ ബി, എനിക്ക് അറിഞ്ഞൂടാ. ഇപ്പൊ ഒരു എഞ്ചിനീയറിംഗ് ഒക്കെ പ്രിപ്പയർ ചെയ്യുന്ന ആള് എപ്പോഴും 7ാം ക്ലാസ് 5ാം ക്ലാസ് തൊട്ടൊക്കെ പ്രിപ്പറേഷൻ തുടങ്ങില്ല, 6ാം ക്ലാസ് ഒക്കെ തൊട്ടേ പ്രിപ്പറേഷൻ തുടങ്ങില്ല. അതിന്റെയൊക്കെ ആവശ്യമുണ്ടോ? അല്ല, ഇപ്പൊ ചെറിയ പിള്ളേര് കൊച്ചിലോട്ടെ തുടങ്ങിയില്ലേ. പിന്നെ ഇപ്പൊ ചില സ്കൂളുകൾക്കൊക്കെ ഈ ഓൺലൈൻ ലേണിംഗ് ഓൺലൈൻ ലേണിംഗ് ഇതൊക്കെ ഇല്ലേ, ഓരോ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ ആയിട്ട് ടൈപ്പ് ഉണ്ട്. അപ്പൊ അവര് അവിടെ ഇംഗ്ലീഷ് ഇവിടെ പഠിച്ചാൽ മതി, ബാക്കിയെല്ലാം അവിടെ പഠിപ്പിക്കുമെന്ന് പറഞ്ഞിട്ട് അങ്ങനെയുണ്ട്. അങ്ങനെയുണ്ട്. എനിക്ക് തോന്നുന്നു നമുക്കറിയാന്നുള്ള സ്കൂളിൽ തന്നെ ഇംഗ്ലീഷ്, പ്രമുഖ സ്കൂളിൽ തന്നെ ഇംഗ്ലീഷ് മാത്രം അവിടെ പഠിപ്പിക്കും, ബാക്കിയെല്ലാം അവിടെ പഠിപ്പിക്കും. മറ്റേ സയൻസ് എല്ലാം ഇവിടെ പഠിക്കണം. അങ്ങനെയുണ്ട്. അപ്പൊ ഇവർക്ക് ഇത് കഴിഞ്ഞാൽ പിന്നെ നേരെ അവിടെ പോകും. എന്ന് പറഞ്ഞാൽ മെയിൻ എയിം എന്ന് പറയുന്നത് സ്കൂൾ എൻജോയ് ചെയ്യാന്നുള്ളതല്ല, ഇതിന്റെ ഇടയിൽ പഠിക്കണം, ഈ സോഷ്യൽ മീഡിയയുടെ ഇടയിൽ കൂടെ പഠിക്കണം. അവരുടെ പ്രഷർ ഭയങ്കര കൂടുതലാണ്. കാരണം ഒരു അരമണിക്കൂറൊക്കെ ഡിസ്ട്രാക്ഷൻ ഇല്ലാതെയൊക്കെ പഠിക്കണമെന്നൊക്കെ പറഞ്ഞാലേ നമ്മൾ ഈ സമയത്തായിരുന്നെങ്കിൽ ജയിക്കുമായിരുന്നു. ഇച്ചിരി പാടായിരുന്നേനെ. ഇൻസ്റ്റാഗ്രാം ഇതൊക്കെ തൊപ്പി നോക്കിക്കൊണ്ടിരിക്കൂലേ. ശരിയാണ്. ഇരുന്ന് പഠിക്കാൻ പറ്റൂ. ഇരുന്ന് പഠിച്ച് ജയിക്കണ വിഷയങ്ങളുണ്ടല്ലോ, അത് ചിലപ്പോ പറ്റൂല. വർക്ക് ചെയ്ത് കാരണം പാടാണ്, ഡിസ്ട്രാക്ഷൻ ഭയങ്കര കൂടുതലാണ്. അല്ലെങ്കിൽ അത്രയും ഫോക്കസ്ഡും ഡിറ്റർമിൻഡും ആയിട്ടുള്ള ആൾക്കാരായിരിക്കണം. അല്ലാതെ നമുക്ക് ഫോണിൽ ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് ഇപ്പൊ നമ്മൾ വീട്ടിൽ ഇരുന്ന് സിനിമ കാണുകയാണ്, വീട്ടിൽ ഇരുന്ന് OTT കാണുന്ന ഫോൺ എടുക്കും. ഇൻസ്റ്റാഗ്രാം ഉണ്ടായി, നമ്മുടെ സമയത്ത് ഇൻസ്റ്റാഗ്രാം ഉണ്ടായിരുന്നു ഞാൻ ആലോചിച്ചു. എന്തെല്ലാം ഫോളോ ചെയ്തു ഡെയിലി മറ്റേ അലിൻ ജോസ് പെരേരയുടെ വീഡിയോ ഒക്കെ കണ്ടു. ഇൻസ്റ്റാഗ്രാം വേണ്ട, ഞാൻ ഇന്നലെ ചുമ്മെങ്കിൽ FB എടുത്തപ്പോഴത്തേക്ക് നമ്മളെ പഴയ ഗ്രൂപ്പ് കണ്ടു.
എന്തൊക്കെയാണോ അതിലിട്ടേക്കണത്. ഞാൻ ഇങ്ങനെ തൊലി തിരിച്ചടിയാണോ? അത് മാത്രല്ല ഫേസ്ബുക്കില് മറ്റേ മെമ്മറീസ് വരുമല്ലോ, അതില് നമ്മള് ക്രഞ്ച് സ്റ്റാറ്റസ് മറ്റേ ഇതൊക്കെ ഇട്ടിട്ടുണ്ടല്ലോ, പോസ്റ്റ് എഴുതി ഇതേ ഈ പോസ്റ്റാണ് ഞാനും വായിച്ചത്. പണ്ട് പിള്ളേർക്ക് മെസ്സേജ് നമ്മൾ അതിൽ പോസ്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു ഫോട്ടോ ഇടുന്നതാ, അതൊക്കെ ഈ 2 മാസത്തിലൊരിക്കലും അങ്ങനെയൊക്കെ വല്ലപ്പോഴും ചെയ്യും. ഇപ്പോഴുള്ളവർ അങ്ങനെയല്ലല്ലോ, ഡെയിലി സ്റ്റോറി ഇട്ടില്ലെങ്കിൽ പറ്റുമല്ലോ. കുറച്ചും കൂടി ഒന്ന് ഷോ കാണിക്കാനുള്ള ഒരു സാധനം കൂടി വരികയാണ്. സ്നാപ്ചാറ്റ് പിള്ളേർക്കിടയിൽ എനിക്ക് തോന്നുന്നു സ്നാപ്ചാറ്റ് ഒക്കെ ആയിരിക്കും കൂടുതൽ. അവർക്ക് പ്രഷർ കൂടുതലാണ്, ഇതിന്റെ ഇടയിൽ കൂടെ പഠിക്കാൻ കൂടെ വേണ്ടേ, ചില്ലറ കാര്യമല്ല. ടെൻഷനൊക്കെ കളയാനുള്ള ഒരു സാധനം ഇത് മാത്രമേ. സ്പോർട്സ് ഒക്കെ ഉണ്ടെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ സ്പോർട്സ് അല്ലെങ്കിൽ ആർട്സിലോട്ടൊക്കെ പോകുമ്പോൾ കുറച്ചും കൂടി രസമല്ലേ. ആ ഒരു സമയം ഭയങ്കര നമ്മുടെ മൈൻഡ് ഒന്ന് കൂളാവും. പിന്നെ നമ്മൾ കളിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ വരും, ഇല്ല അങ്ങോട്ടും ഇങ്ങോട്ടും ഇതൊക്കെ വരും. പക്ഷെ അതൊക്കെ ആ ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ അങ്ങ് പോകും. അപ്പൊ അതും കൂടിയൊക്കെ കുറച്ചും കൂടി സ്കൂളിലും കോളേജിലും അല്ലെങ്കിൽ ഈവൻ വർക്ക് പ്ലേസിലൊക്കെ അങ്ങനെ ഒരു സാധനങ്ങൾ ഉണ്ടെങ്കിലേ കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും തോന്നുന്നു. ഈ പ്രഷറും സാധനങ്ങളൊക്കെ പോകാൻ ബെറ്റർ ആയിരിക്കും. ടീം ഗെയിം ഒക്കെ അതിന് നല്ലതാണ്. നമുക്ക് കോർപ്പറേറ്റ് ചെയ്ത് നമുക്കൊരു കോമൺ എയിം ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് ചെയ്യാൻ. നമ്മളൊരു ടീമിൽ ഒരു സാധനം ചെയ്ത് കഴിയുമ്പോഴാണ് പിന്നെ നമുക്ക് ഒരു ബോണ്ടിങ്. അപ്പോഴാണ് ടീമിൽ ഒരു സാധനം ചെയ്ത് നമ്മൾ എന്തൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പോഴാണ് ആ ഒരു ബോണ്ടിങ് നമ്മളെ ഇടയിൽ വരണം. ആണ് ആൾക്കാരുമായിട്ട് സത്യം പറഞ്ഞ ഇന്ററാക്ട് ചെയ്യാൻ നെറ്റ്വർക്ക് ചെയ്യാനൊക്കെ പറ്റിയ ഒരു സാധനവും കൂടിയാണ് ഈ സ്പോർട്സ് എന്ന് പറയുന്നത്. ഇപ്പൊ ആൾക്കാർ വിചാരിക്കും അവൻ കമ്പ് എടുത്തോണ്ട് ചുമ്മാ അവിടെ പോണ്. പക്ഷെ അത് ഒരു 2 മണിക്കൂർ എന്നുള്ളതിലുപരി നമ്മൾ എത്ര കളി തോറ്റിട്ടുണ്ട്. നമുക്ക് ഈ തോൽവി അക്സെപ്റ്റ് ചെയ്യാനും അത് എംബ്രേസ് ചെയ്യാനും വീണ്ടും വീണ്ടും കളിച്ച് തോക്കാനും ഒരു കളി ജയിക്കാനും ഒക്കെ നമുക്ക് തോന്നും. അല്ല, നമുക്കൊരു കംഫർട്ടബിൾ ആയിട്ടുള്ള ഗ്രൂപ്പിന്റെ കൂടെ നമ്മൾ കളിക്കാൻ എപ്പോഴും പോകും. ഇപ്പം വേറെ വലിയ കളി ഉണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ നമുക്ക് കംഫർട്ട് ആവുന്ന ഒരു ഗ്രൂപ്പിന്റെ കൂടെ നമ്മൾ പോകും. അതാണ് അവിടെ കൂടുതൽ എൻജോയ്മെന്റ് നമുക്ക്. അതാണ് അപ്പൊ അങ്ങനെയുള്ള സാധനങ്ങളൂടെയൊക്കെ വേണം, പിള്ളേർക്ക് വേണം. അത് പിള്ളേർക്ക് മാത്രം പോരാ, നമ്മളുടെ ഏജിലും വേണം, വലുതായാലും വേണം. കാര്യം ഇപ്പൊ ജോലിയാണ് ആൾക്കാർക്ക് എന്തുമാത്രം സ്ട്രെസ്, എന്തുമാത്രം വർക്ക് പ്രഷറുള്ള ആൾക്കാരാണോ അവര് വീട്ടിൽ വന്ന് കയറുമ്പോഴത്തേക്കും ചിലപ്പം പിന്നെ കുറച്ച് നേരം ഫാമിലിയുടെ ആയിരിക്കും, പിള്ളേരൊക്കെ ആയിരിക്കും. അപ്പൊ അതിന്റെ പ്രശ്നമായിരിക്കും, ഫാമിലിയുടെ. അല്ല, അപ്പൊ ഇങ്ങനത്തെ സാധനത്തിലേക്ക് ചിലപ്പം കൂടുതലൊരു ഡ്രഗ്സ് ചിലപ്പോൾ അങ്ങനെയുള്ളവരും ഉണ്ട്. ആ സമയത്ത് ഇതിലോട്ട് ഡൈവേർട്ട് ആവുന്ന ആൾക്കാരും കാണുമായിരിക്കും. അപ്പൊ കുറച്ചും കൂടി ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, അതായത് ഹോബീസോ അല്ലെങ്കിൽ അവർക്ക് ഒന്ന് റിലാക്സ് ചെയ്യാൻ പറ്റുന്ന സംഭവങ്ങൾ ഉണ്ടെങ്കിൽ ബെറ്റർ ആയിരിക്കും എന്ന് തോന്നുന്നു. ഇപ്പൊ പണ്ട് ആൾക്കാർ ഒത്തിരി സീരിയസ് ആയി പോയി, കുറച്ച് സീരിയസ് ആണ് ഇപ്പൊ ലൈഫ്. കുറച്ചും കൂടെ റിലാക്സ്ഡ് അല്ല, ഒരു റേസ് ആണ്. ഭയങ്കര ഈ ഗ്രോത്ത് ഓറിയന്റഡ് ആയിട്ടുള്ള രീതിയിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് എല്ലാവരും. ഇപ്പം സിറ്റി ആണെങ്കിലും അങ്ങനെ തന്നെ പൊയ്ക്കൊണ്ടിരിക്കും. അപ്പോൾ കുറച്ചും കൂടി എനിക്ക് തോന്നുന്നു ഇവിടെ അങ്ങനെയുള്ള സംഭവങ്ങളും കുറവാണ്. പുറത്തൊക്കെ നോക്കുമ്പോഴത്തേക്ക് ഇപ്പം ഒരുപാട് ഗ്രൗണ്ട്സും സംഭവങ്ങളൊക്കെ കാണും. ആൾക്കാർക്ക് അങ്ങനെയുള്ള കുറവാണ്. ഇവിടെ പൈസ കൊടുത്തേ പറ്റുള്ളൂ. പണ്ടൊക്കെ സാധാ ഗ്രൗണ്ടുകളൊക്കെ തന്നെ ഇപ്പൊ എല്ലായിടത്തും പൈസ കൊടുത്താക്കി. പക്ഷെ പൈസ കൊടുത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊന്ന് പ്ലാൻ ചെയ്തിട്ടേ പോകാൻ പറ്റുള്ളൂ. അതായത് ഇപ്പൊ ഒരു പാർക്കൊക്കെ ഉണ്ടെന്ന് വെച്ചാൽ എല്ലാ പഞ്ചായത്തിലും ഒരു പാർക്ക് ഉണ്ടെന്ന് വെച്ചാൽ നല്ല ആൾക്കാർ ചുമ്മാ വന്നിരിക്കൂലേ അവിടെ. ചുമ്മാ വന്നിരിക്കുമല്ലോ, അതും ഒരു റിലാക്സേഷൻ ആണ് ആൾക്കാരൊക്കെ. അപ്പൊ അങ്ങനെയുള്ള സാധനങ്ങളുടെയൊക്കെ സത്യം പറഞ്ഞാൽ അത് ഗവൺമെന്റ് ചെയ്യണം. ആൾക്കാർ വന്നിരിക്കും, അവരവിടെ സമയം കണ്ട് ചെലവഴിക്കും. അപ്പം അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും. അല്ല, ഇപ്പൊ തന്നെ നമ്മള് എവിടെയെങ്കിലും ഒറ്റയ്ക്ക് ഇരിക്കാൻ അല്ലെങ്കിൽ എവിടെയെങ്കിലും പോയി സംസാരിച്ചിരിക്കാന്നൊക്കെ പറഞ്ഞാൽ ആദ്യം നോക്കണം ലുലു മാളായിരിക്കും. നമ്മളൊരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ പോലെ ലുലു മാൾ പോയിരിക്കാൻ പറ്റും. ഒരു ഇതില്ല, ഒരു എന്റർടൈൻമെന്റ് ചെയ്യാനുള്ള ഒരു സാധനങ്ങളൊക്കെ കുറവാണ്. ഇപ്പൊ തിയേറ്ററിൽ പോയി സിനിമ ആണെങ്കിലും കോമഡി സിനിമകൾ അങ്ങനെ ഒരു ഇല്ല. അതും കോമഡി സിനിമകൾ ഭയങ്കര ബോറും. കോമഡി സിനിമകൾ ദുരന്ത കോമഡി ആകെ ഉള്ളത് ഈ ധ്യാന്റെ ഇന്റർവ്യൂ അങ്ങനത്തെ മാത്രമേ. അല്ല, യൂട്യൂബിലുണ്ട് ഇന്റർവ്യൂസേ ഉള്ളൂ കുറച്ചെങ്കിലും കോമഡി ആയിട്ടുള്ള. അല്ലാതെ കാണാൻ പറ്റിയ ഒരു സ്ട്രെസ് ബസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോസ് ഇടുന്ന കണ്ടന്റ് ക്രിയേറ്റർ മാറിക്കൊണ്ട് ആകെ അലിൻ ജോസ് പെരേര, ആറാട്ടണ്ണൻ, പിന്നെ അവരൊക്കെ എന്ത് ഭേദം, ശ്രീനിവാസൻ, അലിൻ ജോസ് ഒക്കെ എന്ത് ഭേദം. അതെ, കോമാളിത്തരം കാണിക്കുമ്പോൾ നമുക്കൊരു കണ്ടോണ്ടിരിക്കുമ്പോ ഓടിയൊക്കെ പോകുമ്പോഴും ആറാട്ടണ്ണൻ രാത്രിയാകുമ്പോ ഒരു വൈബ്. അതൊക്കെ മാത്രമേ ഉള്ളൂ ഇപ്പൊ എന്റർടൈൻമെന്റ്.
ബാക്കിയെല്ലാം ഒരുമാതിരി മറ്റേ അങ്ങോട്ട് കുത്ത് ഇങ്ങോട്ട് കുത്ത്, അത് ഭയങ്കര ഒരു നമുക്ക് ദേഷ്യം വരുന്ന രീതിയിലാണ്. യൂട്യൂബ് എടുത്ത് നോക്കിയാൽ ഒരു പ്രാവശ്യം എന്തെങ്കിലും വിവാദമായിട്ടുള്ള എന്തെങ്കിലും സാധനം അവർ ചെയ്യും. എന്തെങ്കിലും സാധനം യൂട്യൂബിൽ ചെയ്യും, എന്നിട്ട് അതിന് ആൾക്കാർ വന്ന് നല്ല രീതിയിൽ കൊടുക്കും. ഇനി അതിനുശേഷം അത് എക്സ്പ്ലനേഷൻ കരഞ്ഞു പഠിച്ചു. അതെ, ഞാനിപ്പം അത് കാണുന്ന കുറവാണ്. ഞാൻ ഇപ്പൊ മാർക്കറ്റ് ഒക്കെ അടിഞ്ഞുകൊണ്ട് മാർക്കറ്റ് എന്ന് തിരിച്ചു വരുമെന്നുള്ള സാധനങ്ങൾ. പക്ഷെ അതാണ് ഏറ്റവും വലിയ സ്ട്രെസ് ഇപ്പം. കഴിഞ്ഞ 2 മാസമായി, 5-6 മാസം ഏതൊരു പുള്ളിക്കാരി മറ്റേ എന്തൊരു ഞങ്ങൾ പിരിയുന്നു അന്തരം കണ്ട പറഞ്ഞിട്ട് ഞങ്ങൾ ഞങ്ങളിപ്പോ ഒന്നിച്ചല്ല, അവര് കപ്പിളാണ്. പിന്നീട് അതിന് എക്സ്പ്ലനേഷൻ ആൾക്കാർ വന്ന് നല്ല രീതിയിൽ അവര് പിരിയുന്നു പറഞ്ഞ വീഡിയോ ഇട്ടിട്ട് അതിന്റെ അകത്ത് ഇങ്ങനെ നോക്കിയപ്പോ അവര് എന്നിട്ട് മൊത്തം ഈ എന്തോ ഒരു സാധനത്തിന്റെ പ്രൊമോഷൻ, ഞാൻ ഉപയോഗിച്ച ഈ ലോഷനാണ് അതിന്റെ പ്രൊമോഷൻ. അപ്പൊ ആൾക്കാരെ ചീത്ത, പിന്നെ അതിന് എക്സ്പ്ലനേഷൻ അങ്ങനെ പറഞ്ഞു. ഇങ്ങനെ പിന്നെ ഞാൻ എന്ത് പറയണം, പുള്ളിക്കാരൻ അവിടെയായിരുന്നു, നമ്മൾ ഒരുമിച്ചല്ല. അത് കൊള്ളാം. യൂട്യൂബിലും ഏതാണ്ട് അങ്ങനെ ഇതും ഇങ്ങനെ. അല്ലെ, എനിക്ക് തോന്നുന്നത് വെച്ച് കഴിഞ്ഞാല് ആൾക്കാർക്ക് ഒരു ഹോബി അല്ലെങ്കിൽ ഒരു നല്ല ഫ്രണ്ട്ഷിപ്പ് അല്ലെങ്കിൽ എന്താ പറയാ ഒരു റിലാക്സ് ചെയ്യാനൊരു സാധനം ഇല്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെയുള്ളത് കൂടുതലാണെന്നാണ് എനിക്ക് തോന്നണം. ഈ വയലൻസ് ഇതൊക്കെ അല്ലേ, അത് കുറച്ചും കൂടിയൊക്കെ ഇപ്പം ഗവൺമെന്റിന് ചെയ്യാൻ പറ്റും, സ്കൂൾസിന് ചെയ്യാൻ പറ്റും, കോളേജിന് ചെയ്യാൻ പറ്റും. ഇപ്പോഴുള്ള ജനറേഷൻ കുറച്ച് പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മളായിട്ട് ഉണ്ടാക്കിയ പ്രശ്നമാണെന്നാണ് ഇവൻ പറയുന്നത്. അങ്ങനെയല്ല, അവർ അനുഭവിക്കുന്ന ഒത്തിരി നമ്മളെക്കാട്ടി കുറച്ച് കൂടുതൽ ഒരു എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട്. നമ്മളിപ്പോഴും അവരുടെ ഒരു സാഹചര്യത്തിൽ നമ്മളെ കൊണ്ടിട്ടാല് ചിലപ്പോ നമ്മളും ഇതേപോലെ ഒരു ഇതായിരിക്കും. നമ്മൾ 10ാം ക്ലാസ്സിലും +1 +2 ഒന്നും അങ്ങനെ അത്രയും ടെൻഷനും അത്രയും ഒരു കുറച്ച് ചില്ലായിരുന്നു, ഒരു റിലാക്സ്ഡ് മോഡായിരുന്നു. അപ്പൊ അതേപോലെയല്ല ഇപ്പോഴെന്ന് എനിക്ക് തോന്നുന്നു. അല്ല, അത് വീട്ടുകാരായാലും നാട്ടുകാരായാലും അവരെല്ലാരും റിലാക്സ്ഡ് ആയിരുന്നു. ഇപ്പോഴത്തെ ഞാൻ പറഞ്ഞുതരാം, ഒരു ഇതല്ല. ഇപ്പൊ ഒരു 10 കഴിഞ്ഞിട്ട് +1 അഡ്മിഷൻ തന്നെ കിട്ടാൻ പാടല്ലേ, എല്ലാവർക്കും A+ ആയി. അപ്പോഴതും പാട്. എല്ലാവർക്കും A+ ആയത് പ്രശ്നമൊന്നുമല്ല, പക്ഷെ ഈ സ്കൂൾസിൽ അഡ്മിഷൻ കിട്ടുക എന്ന് പറയുന്നത് തന്നെ ഒരു ബുദ്ധിമുട്ടാണ് ഇപ്പം. അപ്പൊ അവർക്കുണ്ടാവുന്ന കാര്യങ്ങൾ ഒന്ന് പഠിക്കുക, അവര് എന്താണ് പ്രശ്നം എന്നുള്ളത്, എന്താണ് വിഷയം, അത് പഠിക്കുക. കാരണം ഈ പ്രിൻസിപ്പളിന്റെ അടുത്തൊക്കെ പോയി കൊല്ലുമെന്നൊക്കെ പറയണത് അതൊന്നും കേട്ട് കേൾവി ഇല്ലാത്ത കാര്യങ്ങളാണ്. നമ്മളൊക്കെ ഓട് വരുന്നത് വഴിയിൽ കാണാം. നമ്മുടെ അവിടെ പ്രിൻസിപ്പൾ എന്ന് പറഞ്ഞാൽ ഈ ലാസ്റ്റ് ഇതല്ലേ, ലാസ്റ്റ് ഇപ്പൊ നമ്മളൊരു പറയണ നമ്മളൊരു ടീച്ചറിന്റെ അടുത്ത് നമുക്ക് എന്തെങ്കിലും ദേഷ്യമോ അതൊക്കെ സ്വാഭാവികമായിട്ട് നമുക്ക് കാണാം. ദേഷ്യമോ ഒരു വെറുപ്പോ അതൊക്കെ അവര് സ്വാഭാവികമായിട്ട് കാണും. എന്നും പറഞ്ഞ ഒരു ടീച്ചർ വരുമ്പോൾ അവരെ ഒരു ഡെക്കോറം നമ്മൾ കീപ്പ് ചെയ്യുമല്ലോ, എണീക്കുക, വിഷ് ചെയ്യുക, അങ്ങനെ ഇതങ്ങനെയല്ലല്ലോ. അല്ല, ഒട്ടും ചില ടീച്ചേഴ്സ് ഉണ്ട് ഒട്ടും മനുഷ്യത്വം ഇല്ലാത്ത രീതിയിൽ അവരുടെ അടുത്ത് പോലും നമ്മള് നമ്മുടെ ക്വാളിറ്റി കാണിച്ചിട്ടുണ്ട്. കുറച്ച് വാല്യൂസ് എന്തൊക്കെ ഉണ്ട്, മനസ്സിൽ വിളിക്കും, പക്ഷെ അവരിനി പോയി ജീവിതം പോട്ടെ എന്നുള്ള രീതിയിൽ അവരങ്ങനെ പണ്ട് മുതലേ മറ്റേ മാതാപിതാ അങ്ങനെയൊക്കെ ഒരു എന്തോ ഒരു വാല്യൂസ് ഉണ്ട്. നമ്മളെ ഭയങ്കരമായിട്ട് ഉപദ്രവിച്ചാലും നമുക്കറിയാം അവര് ചെയ്യണ തെറ്റാണെന്ന് പറഞ്ഞാലും നമ്മൾ മനസ്സിലൊക്കെ പ്രാവുമായിരിക്കും. പക്ഷെ മനുഷ്യർ നല്ലപോലെ അവർക്ക് അവരുടെ കുടുംബാംഗങ്ങൾ പക്ഷെ നമ്മൾ അന്ന് കാണിക്കാൻ തന്നിട്ടുണ്ട്. അല്ല, നമുക്കിവിടെ അങ്ങനെ ആ രീതിയിലൊക്കെ ഉപദ്രവിച്ച ആൾക്കാരുണ്ട്, പക്ഷെ ബട്ട് സ്റ്റിൽ നമ്മള് പിന്നെ നമ്മുടെ ഇത് ഭാവി എന്നുള്ളൊരു സാധനം കൂടെ ഉണ്ടല്ലോ. പേടിയുണ്ടായിരുന്നു, നമുക്കൊരു പേടിയുണ്ടായിരുന്നു. ടീച്ചർമാർ കഴിഞ്ഞിട്ട് 2 വർഷം കൂടെ കഴിഞ്ഞാൽ ഇവരെ കാണണ്ടല്ലോ എന്നുള്ളൊരു മനസ്സമാധാനം ടീച്ചർമാർക്ക് ഉണ്ട്. കോളേജ് പഠിക്കുമ്പോഴും ഇവൻ രക്ഷപ്പെടരുത് എന്ന് വിചാരിച്ച് അതുണ്ട്. പിന്നെ പക്ഷെ എന്റെ ഡിപ്പാർട്ട്മെന്റിൽ, പക്ഷെ എന്റെ കോളേജിലെ ടീച്ചർമാരെയൊക്കെ ഞാൻ സംബന്ധിച്ചിട്ടുണ്ട്. നല്ല സ്കൂൾ പോലെയല്ല, സ്കൂളിൽ കുറച്ച് ടീച്ചർമാരെങ്കിലും ഉപദ്രവിച്ചിട്ടുണ്ട്, പക്ഷെ കോളേജിൽ എല്ലാവരും നല്ല ഇതായിരുന്നു എനിക്ക്. അപ്പൊ അല്ല, ഞാൻ കേട്ടിട്ടുണ്ട് ചിലർ അങ്ങനെ ഇന്ത്യനിലൊക്കെ മാറ്റി വിടുന്ന ആൾക്കാരും ഉണ്ട്. അല്ല, ഇപ്പോഴത്തെ ഇതില് ഇതുപോലെ ഇന്ത്യയിൽ ഒരു 5ഉം 6ഉം ഒക്കെ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവൻ ജയിക്കുമെന്നോ ജയിക്കില്ല, പാടാ. അത്രയും ഒരു ഡിറ്റർമിനേഷൻ ഒക്കെ ഉള്ള ആള്, അത്രയും പഠിക്കുന്ന ആൾക്കാരെ റയറായിട്ടൊക്കെ ജയിക്കുള്ളൂ.
അത് അങ്ങനെയൊക്കെ ചിന്തിക്കുക, അത്രയും പ്രതികാര ബുദ്ധിയോടെ എന്തിനു കാണണം? 5 ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ 100-ന് 70 വാങ്ങണം, 100-നൊക്കെ 70 വാങ്ങണമെങ്കിൽ മറ്റേ അംഗ ലെവലിൽ പഠിക്കണം. അല്ല അങ്ങനെയൊക്കെയുള്ളവരുണ്ട്. അല്ല അത് ടീച്ചർമാരെ ഇത് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. എനിക്ക് വലിയ പ്രശ്നമില്ലായിരുന്നു. അപ്പം ഇങ്ങനെയൊക്കെയാണ് നമുക്ക് വയലൻസിനെ പറ്റി നമ്മുടെ ഒരു ഔട്ട്ലുക്ക് തോന്നണം. നമ്മളൊരു അഭിപ്രായം, അതിൽ നിങ്ങൾക്ക് വിയോജിപ്പൊക്കെ കാണാം അല്ലേ? അല്ല ഇപ്പം ഡ്രഗ്സിന്റെ ഇഷ്യൂസിൽ വിയോജിപ്പ് കാണാം, സിനിമയുടെ കാര്യത്തിൽ സിനിമ അത്ര അഫക്റ്റഡ് ആവുന്നില്ല എന്നാണ് നമ്മുടെ ഒരു വിശ്വാസം. എന്ന് പറഞ്ഞാൽ ഇപ്പൊ എല്ലാരും അതുപോലെ ജനറൽ സിനിമ മാത്രമാണ് കാരണമെന്ന് പറഞ്ഞു പറ്റൂല. അതിന് കൗണ്ടർ മെഷേഴ്സും എടുക്കാൻ പറ്റും എല്ലാവർക്കും. നമ്മളും പ്രശ്നം, നമുക്കും ഉണ്ട് പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ നമുക്കും ഉണ്ട് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്നാണ് കൂട്ടായിട്ട് ചെയ്യാനാണ്. ഗവൺമെന്റ് മാത്രമല്ല, ഗവൺമെന്റ് ചെയ്യണം, സ്കൂൾസ് ചെയ്യണം, ആൾക്കാർ ചെയ്യണം, വീട്ടിൽ ചെയ്യണം. അങ്ങനെ എല്ലാരും ഒരു കമ്പൈൻഡ് ഒരു എഫേർട്ട് ഉണ്ടെങ്കിൽ പിന്നെ ബ്ലെയിം ചെയ്യാതിരിക്കുക, ഈ പിള്ളേരുടെ തല എല്ലാം കൂടെ എടുത്ത് വെക്കാതിരിക്കും. പിന്നെ 2K കിഡ്സിന്റെ അടുത്ത് ദാസന്റെ അടുത്ത് പറയാനുള്ളൂ, ഈ പിള്ളേരുടെ തല വെക്കരുത്, വളരെ മോശമാണ്. 2K കിഡ്സിന്റെ അടുത്ത് എനിക്ക് 2K കിഡ്സിന്റെ അടുത്ത് വിരോധമൊന്നുമില്ല. പക്ഷെ എന്തോ എന്നെ പോലെ അല്ല, എന്തോ ഒരു പ്രശ്നം ഉണ്ടാവും. അങ്ങനെയൊന്നും ഇല്ല, ഇതൊക്കെ ശരിയാവും. അത് കാലാകാലങ്ങളായിട്ട് എപ്പോഴും നമ്മൾ ഈ പൊങ്ങി വരുന്ന അല്ലെങ്കിൽ സാധനമാണ്. യുവതലമുറയോടുള്ള ക്രിമിനടിയാണ് വാർദ്ധക്യത്തിലോടുള്ള ലക്ഷണം. അത് അതുകൊണ്ട് കാണിക്കുന്നില്ല. അല്ല ഇത് നമ്മളുടെ ഒരു സോഷ്യൽ സർക്കിളിൽ നമ്മുടെ എക്സ്പീരിയൻസ് ആണ് നമ്മൾ പറയുന്നത്. പൊതുവെ നിങ്ങൾക്കൊരു ഇതുണ്ട്, എന്തോ ഉണ്ട് എന്നാണ് പറയുന്നത്. ചിലപ്പോ അല്ലായിരിക്കും, അത് അല്ലേ ഉണ്ട്, ചീത്തപ്പേരുണ്ട്. ചീത്തപ്പേര് അത് എപ്പോഴും ഉണ്ടാകുന്ന ഒരു സാധനമാണ്. അതുകൊണ്ട് അതില് വിഷമിക്കേണ്ട ആവശ്യം ഉണ്ട്. നമ്മളുടെ മുന്നത്തെ ജനറേഷൻ നമ്മളിലായിരുന്നു, ഇപ്പൊ നിങ്ങൾക്കാണ് ആ ബാറ്റിന് അടുത്ത കൈമാറുന്നത്. അപ്പം അതിലൊന്നും വിഷമിക്കണ്ട. പിന്നെ കൂടുതൽ സ്ട്രെസ് ഉള്ളവർ അതിനുള്ള മെഷേഴ്സ് എടുക്കുക, ഈ സ്ട്രെസ് എങ്ങനെയെങ്കിലും സംസാരിക്കുക, ലോങ് ടേമിലാണെങ്കിൽ ഒരു പിന്നെ ലൈഫ് ഭയങ്കരമായിട്ട് സീരിയസ് ആയിട്ടൊന്നും അങ്ങനെ അത്രയും ടെൻഷൻ ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ കുറച്ചും കൂടി ഇപ്പം എന്തെങ്കിലും സൈക്കോളജി ഹെൽപ്പോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനുള്ള ഇതൊക്കെ ഉണ്ട്, അതും എടുക്കുക, അതൊക്കെ ചെയ്യുക. പിന്നെ പേരൻസ് കുറച്ചും കൂടെ ഒന്ന് ശ്രദ്ധിക്കുക. എന്തെങ്കിലും കുട്ടികൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് റെക്ടിഫൈ ചെയ്യാൻ എന്തെങ്കിലും ഇതേപോലെ സൈക്കോളജി ഹെൽത്തി രീതിയിൽ. പിന്നെ ഞാൻ പറഞ്ഞ ബ്ലെയിം ചെയ്യാതിരിക്കുക, ഒരുപാട് ഇട്ട് ഫോഴ്സ് ചെയ്യാതിരിക്കുക. പിള്ളേരെ ആണെങ്കിൽ കുറച്ചും കൂടെ ഒന്ന് സ്നേഹിക്കുക. അപ്പം ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഒരു സർക്കിൾ അല്ലെങ്കിൽ നമ്മളുടെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് പറഞ്ഞത്. ഇത് തെറ്റുണ്ടാവാം, വേറെ ചിലപ്പം വേറെ അഭിപ്രായങ്ങൾ ഉണ്ടാവാം അല്ലേ? അപ്പൊ നിങ്ങൾക്ക് എന്താണ് ഇതുപോലെ വേറെ എന്തെങ്കിലും തോന്നുകയാണെങ്കിൽ അതും കൂടി കമന്റിൽ പറയുക. ഇപ്പൊ നമ്മൾ പറഞ്ഞത് ശരിയാണോ, ഇപ്പൊ വേറെ എന്തെങ്കിലുമൊക്കെ സംഭവങ്ങൾ ഉണ്ടോ, അഫക്റ്റ് ആവണോ, ഫാക്ടേഴ്സ് ഉണ്ടോ, അങ്ങനെ പറയാം. അപ്പം ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷം നമ്മളുടെ ഒരു എപ്പിസോഡ് ആയിരുന്നു ഇത്. നമുക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വരാതിരിക്കാൻ വയ്യായിരുന്നു അല്ലേ? അതെ, നമ്മൾ ഇത്രയും വലിയൊരു വിഷയം നടന്നിട്ട് നമ്മൾ മൗനം പാലിക്കുന്നത് തന്നെ അതത്ര ശരിയുള്ള കാര്യമാണ്. ഭയങ്കര ഒരു ഇഷ്യൂ ആണ്. കാര്യം നമ്മുടെ വീടുകളിൽ വരെ വീട്ടുകാരൊക്കെ ചർച്ച, പേടി എല്ലാം. ടി വി കാര്യം കൂടെ എന്തെങ്കിലും ഒന്ന് ടി വിക്കാര് ഭയം ഇൻഡ്യൂസ് ചെയ്യുന്നുണ്ട്, അത് കുറയ്ക്കുക. വീട്ടുകാരൊക്കെ വെളിയിറങ്ങാൻ വയ്യ, വീട്ടുകാർക്ക് നമ്മളെ തന്നെ പേടി. പോലും വയ്യ. ശരിയാണ്. അതുകൊണ്ട് അതൊന്ന് കുറച്ച് കുറയ്ക്കുക, എല്ലാരും ഒന്ന് ശ്രദ്ധിക്കുക. അതെ. അപ്പം നിങ്ങൾ ഇന്നത്തെ എപ്പിസോഡ് എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങൾ പറയുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിൽ ഇടുക അല്ലേ? വിയോജിപ്പ് ഉണ്ടെങ്കിൽ നമ്മളെ തിരുത്തുക, ഇങ്ങനെ എന്തെങ്കിലും ചെയ്യുക. അപ്പോഴേ എല്ലാവർക്കും ഈ എപ്പിസോഡ് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഒരു പുതിയ എപ്പിസോഡുമായിട്ട് കാണാം. ബൈ.